സാധാരണ ആൾക്കാർക്കൊന്നും എന്താണ് ആർട്ട് ഡയറക്ഷൻ അല്ലെങ്കിൽ എന്താണ് പ്രൊഡക്ഷൻ ഡിസൈനിങ് ഒരുപാട് പേർക്ക് അറിയില്ല. പക്ഷെ ഇപ്പൊ ഒരുപാട് മാറിയത്. കാരണം മഞ്ഞുമൽ ബോയ്സ്, നമ്മുടെ ജ്യോതിശങ്കർ പുള്ളിയൊക്കെ ചെയ്തു വെച്ച വേൾഡ് ക്രിയേഷനൊക്കെ ഒരുപാട് പേര് എത്തിച്ചിട്ടുണ്ട്. ഹീറോയുടെ ഫേസ് വന്ന് അടിക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. അത് തന്നെ ഏകദേശം 7, 8, 9 ടേക്കുകൾ ഇങ്ങനെ പോവാണ്. പുള്ളി എങ്ങനെയെങ്കിലും ഒന്ന് ഓക്കെ പറഞ്ഞാൽ ഞങ്ങളും രക്ഷപ്പെട്ടു, പുള്ളിയും രക്ഷപ്പെട്ടു. ഹീറോ ഇങ്ങനെ നോക്കി നിന്നിട്ട് ചേട്ടാ റീടേക്ക്. എനിക്ക് തോന്നുന്നു ഞാൻ വർക്ക് ചെയ്തതിൽ ഏറ്റവും ടഫായിട്ടുള്ള ഒരു സിനിമ മാവീരനായിരുന്നു. ഇതുവരെയുള്ള എൻ്റെ ലൈഫിലെ ഏറ്റവും ഭയങ്കര ടഫായിട്ടുള്ളൊരു ഷെഡ്യൂളും ഭയങ്കര പ്രഷറായിട്ടുള്ള മൊമെന്റ്സ് ആയിരുന്നു. ഹീറോ ഓരോ ഫ്ലോറ് ബ്ലാസ്റ്റായി താഴേക്ക് വരുന്ന പോർഷൻ ഉണ്ട്. അപ്പൊ ഇത് എത്ര നമ്മൾ VFX ചെയ്താലും ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു 20 സറൗണ്ട് നമ്മൾ എപ്പോഴും റിയലി ക്രിയേറ്റ് ചെയ്യണം. ഇന്നും ആർക്കും അറിയത്തില്ല ഞാനാണ് മാവീരൻ ചെയ്തതെന്ന്. ഒരുപാട് പേർക്ക് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു വെഞ്ഞാറുമുട്ട എൻ്റെ നാട്ടിൽ പോലും അറിയത്തില്ല. കറുപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും കണ്ട പോലെ തന്നെ ഭയങ്കര മാസ് മസാല എന്ന് പറയുന്ന ട്രെയിലറും സോങ്ങും ആണ്. എനിക്ക് കൂടുതൽ പ്രതീക്ഷയുള്ളത് ഇന്ദ്രൻ ചേട്ടൻ, സ്വാസിക, അനഘ, ശിവദ, ഇവരെല്ലാം ഗംഭീര പെർഫോമൻസ് അതിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇന്ദ്രൻ ചേട്ടൻ. ക്യൂ സ്റ്റുഡിയോയിൽ പ്രൊഡക്ഷൻ ഡിസൈനർ അരുൺ വെഞ്ഞാറമൂട്, സ്വാഗതം. നമസ്കാരം. അരുൺ വെഞ്ഞാറമൂട് എന്ന മലയാളി തമിഴിൽ ക്രിയേറ്റ് ചെയ്തതെല്ലാം ബിഗ് ബഡ്ജറ്റ് ഈ പറഞ്ഞ ഹെവി സിനിമകളാണ്. ഒപ്പം സുഴലുണ്ട്, ലെങ്തി സീരീസിന്റെ പാർട്ടാവുന്നു. മാവീരനിൽ തുടങ്ങാൻ എനിക്ക് തോന്നുന്നു. കാരണം ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളതും ഈ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ലൊക്കേഷൻ തന്നെ ക്യാരക്ടർ ആവുന്ന മാവീരനിലാണല്ലോ, അപ്പാർട്ട്മെന്റ് സ്ട്രക്ചർ. എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്ര ആളുകൾ താമസിക്കുന്ന ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യണം. ഉറപ്പായിട്ട് നരേഷനിൽ കിട്ടുന്നുണ്ടാവും. നിലകൾ ചിലപ്പോൾ 8ാം നില 7ാം നില എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ടാവാം. ഇതിനൊരു ഫോർമാറ്റ് ഉണ്ടാക്കണം. ഇവിടെ ഇതിനകത്തുള്ള ഇവരുടെ ഈ ട്രാവൽ ഈസി ആക്കണം. എൻട്രി എക്സിറ്റ് പോയിന്റുകൾ കൃത്യമാവണം. ഇതിൽ ക്ലാഷ് വരാൻ പാടില്ല. ഇപ്പോൾ ഒരു അപ്പാർട്ട്മെന്റിൽ തന്നെ 10 വീട് കാണിക്കുന്നുണ്ടെങ്കിൽ 10 ഇന്റീരിയർ കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് ചീറ്റ് ചെയ്തിട്ട് വൃത്തിയായിട്ട് സെപ്പറേഷനിൽ എടുക്കും വേണം. മാവീരന്റെ ബ്രീഫ് കിട്ടുന്നത് ഈ ബേസ് ഐഡിയ സ്ട്രക്ചർ ചെയ്യുന്നത് അത് അത്ര എളുപ്പമായിരുന്നോ, ഈസി ആയിരുന്നു, എന്തായിരുന്നു? എനിക്ക് തോന്നുന്നു ഞാൻ വർക്ക് ചെയ്തതിൽ ഏറ്റവും ടഫായിട്ടുള്ളൊരു സിനിമ മാവീരനായിരുന്നു. കാരണം ഞാൻ മാവീരനിൽ ഇന്നാകുന്നത് മാവീരന്റെ DOP വിധു അയ്യനാറാണ്. അപ്പം എനിക്ക് തോന്നുന്നു സുഴൽ കണ്ടിട്ട് ആദ്യമായിട്ട് എനിക്കൊരു കോൾ വരുന്നത് വിധു അയ്യനാറിന്റെ ആണ്. പടം ആൾറെഡി തുടങ്ങി. അപ്പൊ എനിക്ക് പ്രീ പ്രൊഡക്ഷൻ ഇല്ല, ഡയറക്റ്റ് ഇന്നാണ് ഞാൻ ചെല്ലുന്നത്. എനിക്ക് തോന്നുന്നു എനിക്ക് ഇനി 3 ദിവസമേ ഉള്ളൂ ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ചെന്ന ഉടനെ ലൊക്കേഷൻസ് കാണിക്കുന്നു, സെറ്റ് ക്രിയേഷൻ. സീരിയസ്ലി എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള എൻ്റെ ലൈഫിലെ ഏറ്റവും ഭയങ്കര ടഫായിട്ടുള്ളൊരു ഷെഡ്യൂളും ഭയങ്കര പ്രഷറായിട്ടുള്ള മൊമെന്റ്സ് ആയിരുന്നു. കാരണം നമ്മൾ ഇന്ന് ലൊക്കേഷൻ കാണുന്നു, 3ന്റെ അന്ന് സെറ്റ് ക്രിയേറ്റ് ചെയ്യണം. അതേസമയം അടുത്ത ഹെവി സെറ്റ്. ഒരു സമയമൊക്കെ ഞാൻ വിചാരിച്ചു പോകും ഇച്ചിരി ഭയങ്കര മെന്റൽ പ്രഷറായി പോയി. പിന്നെ പടം അങ്ങോട്ട് ഇന്നായതിനു ശേഷം അറിയുന്നത് ഇതിന്റെ നമ്മൾ ചെയ്തതൊന്നും അല്ല, മൊത്തം ഹെവി വേൾഡ് ആയിരുന്നു. അതായത് ഞങ്ങൾ റെഫറൻസ് ഒക്കെ നോക്കുന്നുണ്ട് എങ്ങനെ ഇത് മേക്ക് ചെയ്യാം. കാരണം ഒരു ഹീറോയെ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഹീറോ ഓരോ ഫ്ലോറ് ബ്ലാസ്റ്റായി താഴേക്ക് വരുന്ന പോർഷൻ ഉണ്ട്. അപ്പൊ ഇത് എത്ര നമ്മൾ VFX ചെയ്താലും ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു 20 സറൗണ്ട് നമ്മൾ എപ്പോഴും റിയലി ക്രിയേറ്റ് ചെയ്യണം. അപ്പോഴാണ് ബിലീവബിൾ കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് അത് ചീറ്റ് ചെയ്യണമെന്ന് അറിയാൻ പറ്റും. അപ്പൊ നമ്മള് ഹീറോയെ കോറിഡോറിനകത്ത് ഓട്ടിക്കലും ബ്ലാസ്റ്റും. സീരിയസ്ലി ഇന്നും ആർക്കും അറിയത്തില്ല ഞാനാണ് മാവീരൻ ചെയ്തതെന്ന്. ഒരുപാട് പേർക്ക് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു വെഞ്ഞാറുമുട്ട എൻ്റെ നാട്ടിൽ പോലും അറിയത്തില്ല. അപ്പൊ അത് ഭയങ്കര ടഫായിട്ടുള്ളൊരു വർക്കായിരുന്നു മാവീരൻ. അതിന്റെ നേരത്തെ പറഞ്ഞില്ലേ ഫ്ലോറുകൾ, ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3 ഫ്ലോറ് ഫുള്ള് സെറ്റ് ഇട്ടിട്ടുണ്ട്. ബിൽഡിങ് മൊത്തം സെറ്റ് ഇട്ട് അതിനകത്ത് ഈ പറഞ്ഞ 15, 14, 13 പിന്നെ അതിനെ മാറ്റിയിട്ട് 9, 8, 7 പിന്നെ മാറ്റി അങ്ങനെ ഞങ്ങള് ക്രിയേറ്റ് ചെയ്ത്. അപ്പൊ ഈ പറഞ്ഞ കണ്ടിന്യൂറ്റി നമ്മൾ നോക്കണം. അതും ടൈം നമുക്ക് വളരെ കുറവായിരിക്കും. കാരണം ഇത്രയും ക്രൂവിനെ വെച്ചുകൊണ്ടാണ് നമ്മളിത് ചേഞ്ച് കൊടുക്കേണ്ടത്. അപ്പൊ ആ ടൈമിനകത്ത് ഇത്രയും ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്ത് 30-35ഓളം പേരുണ്ടാവും നമ്മളെ ടീമിൽ. അപ്പൊ അത്രയും പേരെ കോർഡിനേറ്റ് ചെയ്ത് ഇത് ചെയ്തെടുക്കുക. പിന്നെ ഒരു ഹീറോയെ
ഇതിനകത്തൂടെയൊക്കെ ഓട്ടിക്കുന്ന സമയത്ത് ഈ ബ്ലാസ്റ്റ് മൊമെന്റിൽ നമുക്ക് ഭയങ്കര ഹെവി പ്രഷറാണ്. പുള്ളിക്കൊന്നും പറ്റരുതല്ലോ. പുള്ളിക്കൊന്നും പറ്റരുത്. പിന്നെ ഒരു കുഞ്ഞുണ്ട് ആ സീനിൽ. അപ്പം അതെല്ലാം നമ്മൾ ഭയങ്കര കെയർ ചെയ്യണം. അപ്പം ഷൂട്ട് സമയത്ത് എനിക്ക് തോന്നുന്നു സിംഗിൾ ടേക്ക് ഉണ്ട് ആ ക്ലൈമാക്സ്, കുഞ്ഞിനെ എടുത്ത് അന്ന് അതില് ആ ഹീറോയും കുഞ്ഞും പോകുന്ന വഴിക്ക് ഒരു ബ്യൂറോ അലമാര പുറകിലേക്ക് വീഴുന്ന ഒരു ഷോട്ട് ഉണ്ട്. അന്ന് അതിൽ കിട്ടിയ ഒരു ഗിഫ്റ്റ് ഇപ്പോഴും ഉണ്ട് എനിക്ക്. ബാക്ക് അലമാര ഞാൻ ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടി നിന്ന്. അപ്പൊ കാരണം ഞങ്ങളുടെ മൊത്തം ഒരു 10-18 പേരോളം ഈ ബിൽഡിങ്ങിന്റെ മണ്ടയിലാണ് ഈ ഫ്ലോർ സെറ്റ് ഇട്ടിട്ട് ഇതിന്റെ മുകളിൽ നിന്നാണ് ഈ ബ്ലാസ്റ്റിന് വേണ്ടിയിട്ടുള്ളതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആകെ ഞാൻ മാത്രമേ ഉള്ളൂ താഴെ. അപ്പൊ ഇത് ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെ ഓരോ ടേക്ക് പോകുന്നുണ്ട്. 5 ടേക്കും ഞങ്ങളുടെ ടൈമിങ്ങും ഈ അലമാരയും ഒക്കെ കറക്റ്റ് ആയിരുന്നു. പക്ഷെ 5 ടേക്കും റീടേക്ക് പോയി. 6ാമത്തെ ടേക്കിന് ബാക്കിയെല്ലാം ഓക്കെ. പക്ഷെ എനിക്ക് ഈ അലമാര ഞാൻ ഇങ്ങോട്ട് ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ നമ്മളെ സൈഡിലോട്ട് തന്നെ ഇങ്ങനെ പുഷ് ചെയ്ത് എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത് നേരെ എന്ത് ചെയ്തു, ജസ്റ്റ് ഹീറോയും കുഞ്ഞ് നിൽക്കുന്ന സൈഡിലേക്ക് അങ്ങോട്ട്, കാരണം നല്ല വെയിറ്റ് ഉണ്ട്, മെറ്റൽ അലമാരയാണ്, അതിനകത്ത് ഡ്രസ്സും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് അങ്ങോട്ട് ചാഞ്ഞപ്പോൾ എനിക്ക് അങ്ങോട്ട് പോയാൽ മൊത്തം കയ്യിൽ നിന്ന് പോകും, കാരണം ഹീറോയും കുഞ്ഞുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇതിനെ കുറച്ചുകൂടെ ഇങ്ങോട്ട് പവർ യൂസ് ചെയ്തു. അപ്പോൾ ഇതെന്ത് ചെയ്തു, നേരെ വന്നിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മണ്ടയിലോട്ട് ചാഞ്ഞപ്പോഴത്തേക്ക് ബാക്ക് വന്നിട്ട് ബെൻഡായി. ഇത് എനിക്ക് ഒരു 10 ആ ഷോട്ട് കഴിയുന്നത് വരെ നമുക്ക് അനങ്ങാൻ പറ്റത്തില്ല, സിംഗിൾ ഷോട്ടാണ്. അപ്പം ആ ഷോട്ട് കഴിയുന്നവരെ മിണ്ടാണ്ട് ഇച്ചിരി പെയിനൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും അതിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഷോട്ട് കഴിഞ്ഞാലേ എല്ലാവരും വന്നാലേ ഇത് തൂക്കി മാറ്റാൻ പറ്റും. അതുവരെ ആർക്കും വരാനും പറ്റില്ല. അങ്ങനെയൊക്കെ മാവീരൻ അത്യാവശ്യം നല്ല ടഫായിട്ടുള്ള മൂവിയായിരുന്നു. പക്ഷെ അതിൻ്റെ ഉള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ നമുക്ക് അവിടെ തമിഴിൽ നല്ലൊരു പേര് കിട്ടാൻ കാരണം മാവീരനാണ്. കാരണം എവിടെ ചെന്നാലും നമുക്ക് പറയാൻ ഒരു പേരുണ്ട്, മാവീരൻ എന്ന് പറയുന്നത്. അഡ്രസ് കുറച്ചുകൂടെ അതെ ഭംഗിയുള്ളതായി. പിന്നെ ഈ പറഞ്ഞ കണക്ക് നേരത്തെ പറഞ്ഞു കിട്ടിയ ഗിഫ്റ്റാണ് സുഴൽ, വദന്തി, മാവീരൻ, അത് കഴിഞ്ഞിട്ട് മുരുകാ സാറിന്റെ കൂടെ മദ്രാസി, അവിടുന്ന് നേരെ കറുപ്പ്. അങ്ങനെ ഒരു ജേണി ഭയങ്കര എക്സൈറ്റിംഗ് ആയി. അതായത് എനിക്കിത് ഭയങ്കര രസമായി തോന്നുന്നേ, മലയാളി ഇവിടെ സിനിമകൾ ചെയ്യുന്ന മലയാളി ആയിരുന്ന ഒരു ആർട്ട് ഡയറക്ടർ, പ്രൊഡക്ഷൻ ഡിസൈനർ ആയിട്ട് തമിഴിൽ വൻ ലോഞ്ച്, എല്ലാം ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ. അതെ, അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ പ്രൊഡക്ഷൻ ഡിസൈനർ ഇങ്ങോട്ട് വരുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പം സർവം മായയില് തമിഴിൽ നിന്ന് രാജീവൻ സാറ് വന്നിട്ടുണ്ട് പ്രൊഡക്ഷൻ ഡിസൈനറായിട്ട്. കത്തനാറിന് രാജീവൻ സാർ അവിടെ നിന്ന് കൂടെ വന്നിട്ടുണ്ട് പ്രൊഡക്ഷൻ ഡിസൈനറായിട്ട്. എനിക്ക് തോന്നുന്നു കറുപ്പ് പുള്ളിയായിരുന്നു ആദ്യം ചെയ്യാനിരുന്നത്. ജസ്റ്റ് ലൊക്കേഷനൊക്കെ നോക്കുന്ന സമയത്താണ് മാറിയിട്ട് ഞാനത് ചെയ്യേണ്ടത് വന്നത്. പിന്നെ മാവീരനാണെങ്കിലും അവിടെ ഒരു തമിഴ് ആർട്ട് ഡയറക്ടറിനെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഡിസൈനറിനെ മാറ്റിയിട്ടാണ് നമ്മൾ അവിടേക്ക് വരുന്നത്. അപ്പൊ അത് നല്ല രീതിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ലക്കാണ്, ഒരു ഭാഗ്യം എന്നാണ് വിചാരിക്കുന്നത്. ഈ കറുപ്പാണ് ഏറ്റവും പുതിയ റിലീസ് ആയിട്ട് വരുന്നത്, സൂര്യയുടെ സിനിമ. എനിക്ക് തമിഴ്നാട്ടിലെ പോലെ തന്നെ കേരളത്തിലും അത്രയധികം പ്രതീക്ഷിച്ചിരിക്കുന്ന ഓഡിയൻസ് ഉണ്ട് കറുപ്പിനെ. മലയാളി റിയൂണിയൻ അവിടെ സംഭവിക്കുന്നുണ്ട്. ഇന്ദ്രൻ ചേട്ടനുണ്ട്, അനഘയുണ്ട്, സ്വാസികയുണ്ട്, ശിവതയുണ്ട്, എല്ലാ തരത്തിലൊരു മലയാളി ടീം കൂടെ. പകുതി മലയാളി തൃശ്ശയുണ്ട്. പുള്ളിക്കാരി ഒരു മലയാളി ടച്ച് പുള്ളിക്കാരിയുടെ ഒരു പകുതി മലയാളി പകുതി തമിഴാണ്. അതെ, പുള്ളിക്കാരി ഉണ്ട്. എന്താ ശരി, കറുപ്പ് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ ട്രെയിലർ വരുന്നതിന് ശേഷം ഇതിനൊരു മാസ് മസാല ഫ്ലേവറിനെ പറ്റി പറയുന്നു. സൂര്യയുടെ തന്നെ ഒരു കമേഴ്ഷ്യൽ വയബിൾ പ്രൊഡക്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ വരുന്ന സിനിമ കൂടിയാണ്. എന്താ കറുപ്പ് ഈ അവസരത്തിൽ എന്താ പറയാൻ പറ്റുന്നത്? കറുപ്പ് ഞാന് എന്താ പറയാ, നമ്മള് കറുപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും കണ്ട പോലെ തന്നെ ഭയങ്കര മാസ് മസാല എന്ന് പറയുന്ന ട്രെയിലറും സോങ്ങും ആണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അല്ലെങ്കിൽ ഞാൻ കേട്ട സ്റ്റോറി നറേഷനിൽ ഭയങ്കര രസകരമായിട്ടുള്ള ഇമോഷണൽ മൊമെന്റും ഉള്ള ഒരു സിനിമയാണ് കറുപ്പ്. ഇപ്പൊ ഈ കാണുന്ന നമ്മളിപ്പോ ഈ കാണിക്കുന്ന ട്രെയിലറോ അല്ലെങ്കിൽ സോങ്ങോ ഈ പറഞ്ഞ ഇതൊന്നും അല്ല. അല്ലാണ്ട് തന്നെ ഒരു പക്ഷേ എനിക്ക് കൂടുതൽ പ്രതീക്ഷയുള്ളത് ഈ പറഞ്ഞ ഇന്ദ്രൻ ചേട്ടൻ, സ്വാസിക, അനഘ, ശിവദ, ഇവരെല്ലാം ഗംഭീര പെർഫോമൻസ് അതിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇന്ദ്രൻ ചേട്ടൻ. പുള്ളിയുടെ ഒരു ഭയങ്കര ഒരു വേൾഡ് ഉണ്ട് അതിനകത്ത്. പിന്നെ അതുപോലെ അനഘ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഈ പറഞ്ഞ
മലയാളികൾക്ക് ഇഷ്ടപ്പെടാൻ കൂടുതൽ സാധ്യതയുള്ള കുറേ ഫ്ലേവറുകൾ അതിനകത്തുണ്ട്. അത് കൂടാതെയാണ് ഈ പറഞ്ഞ നമ്മുടെ ഒരു വലിയ സ്കെയിലും അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹാഫിലുള്ള കുറേ സിനിമാറ്റിക് പരിപാടികളും സൂര്യ സാറിന്റെ ഇതുവരെ നമ്മൾ എനിക്ക് തോന്നുന്നു കുറെ മുന്നേ നമ്മൾ സൂര്യ സാറിന്റെ കുറെ ലുക്ക് കണ്ടിട്ടുണ്ട്. ആറു, അതുപോലെ വേലു, അതിൽ ഭയങ്കര ഒരു ഇങ്ങനത്തെ മറ്റേ കൊമ്പൻ മീശയൊക്കെ വെച്ചിട്ടുള്ള അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ കുറെ സാധനങ്ങൾ വന്നിട്ടില്ല. കുറെ ക്ലീൻ ഷേവ് പരിപാടി അങ്ങനത്തെ സാധനങ്ങൾ വന്നത്. പക്ഷെ ഇപ്പൊ ഇതില് വീണ്ടും ആ പഴയ ഒരു ഭയങ്കര താടിയൊക്കെ വെച്ചിട്ട് ഒരു അങ്ങനത്തെ ഒരു ലുക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പം പുള്ളിയുടെ തന്നെ ട്രെയിലറിലും സോങ്ങിലൊക്കെ കണ്ടറിയാം. നമുക്ക് 2-3 ട്രെയിലറില നിരച്ച മീശയൊക്കെ വെച്ചിട്ട് അത് ഭയങ്കര രസമുള്ള ലുക്കാ. അത് നമുക്ക് നേരിട്ടൊക്കെ കാണുമ്പോണ്ടല്ലേ. എനിക്ക് തോന്നുന്നു എനിക്ക് ഇന്നലെയാണ് ഈ സ്റ്റിൽസ് മൊത്തം വന്നത്. സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എനിക്ക് സ്റ്റില്ലെല്ലാം അയച്ചു തന്നു. അപ്പൊ ഞാനും ഇങ്ങനെ വൈഫും കൂടെ കാണുക. അപ്പം എന്റെ ഏജും പുള്ളിയുടെ ഏജും വലിയ വ്യത്യാസമുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടും ഒരേ ഫ്രെയിമിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ. അപ്പൊ വൈഫ് കണ്ടിട്ട് പറഞ്ഞ് രണ്ടുപേരുടെ ആ ഏജ് വ്യത്യാസമേ. പുള്ളി ഇപ്പോഴും ആ ഏജില് ഭയങ്കര ലുക്കാണ്. ഒരു എന്താ പറയാ, നമുക്ക് നേരിട്ട് കാണണം. ഭയങ്കര ഒരു നമ്മള് അടുത്തു നിന്ന് സംസാരിക്കുന്ന സമയത്താണെങ്കിലും ഭയങ്കര ഒരു ഭയങ്കര പ്ലസന്റ്, ഭയങ്കര ഒരു ഓവറ, അങ്ങനെ ഒരു ക്യാരക്ടർ പുള്ളി. അപ്പം ഇപ്പോഴും പുള്ളി ആ ലുക്ക് ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പം കറുപ്പിൽ എനിക്ക് തോന്നുന്നു ഇത്രയും നാൾ വന്നതിൽ വെച്ചിട്ട് ഭയങ്കര രസമുള്ള എനർജി ഭയങ്കര നമുക്ക് പോയി നിന്ന് സംസാരിക്കുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സൂര്യ ഫിലിം അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ഇത്രയും ക്ലോസ് ആയിട്ട് വന്ന് സൂര്യ സാർ സംസാരിക്കുമ്പോൾ അതൊരു ഭയങ്കര ഒരു മൊമെന്റ് ആണ്. കാരണം ഞാനും ഈ പറഞ്ഞ ഭയങ്കര ഒരു ഫാനാണ്. ആറു, അതുപോലെ ഈ അയൻ, ഇതൊക്കെ നമ്മൾ സിംഗം ഫസ്റ്റൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് തിയേറ്ററിലും ടി വിയിലൊക്കെ കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകളല്ല. അപ്പം ആ പറഞ്ഞ ആളുടെ അടുത്ത് ഒരു സിനിമ വർക്ക് ചെയ്യാൻ പറ്റുക, അതും പുള്ളിക്ക് നമ്മളെ ഇഷ്ടപ്പെടുക എന്നുള്ളത് ഒരു പ്ലസ് ആണ്. ഭയങ്കര ഒരു സന്തോഷമുള്ള ഇതായിരുന്നു. കാരണം പുള്ളി വർക്കൊക്കെ കണ്ടിട്ട് പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ പുള്ളി എപ്പോഴും നമ്മളെ കാണുമ്പം സംസാരിക്കും. ഒരു നമ്മളെ തിരിച്ചറിയാന്ന് പറയുന്നത് തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. കാരണം അത്രയും എനിക്ക് തോന്നുന്നു 250-300ഓളം പേര് വർക്ക് ചെയ്യുന്ന അത്രയും ആൾക്കാരുണ്ട്. 300-350 പേരോളം വരും ഒരു മിനിമൽ ക്രൂ എന്ന് പറയുന്നത്. അപ്പൊ ആ ക്രൂവിനകത്ത് നിന്ന് ഇന്ന ആളാണ് പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മളെ എല്ലാ ദിവസവും രാവിലെ കാണുമ്പോൾ നമുക്കൊരു ഗുഡ് മോർണിംഗ് പറയാനും അല്ലെങ്കിൽ നമുക്ക് ഒരു ഷേക്ക് ഹാൻഡ് തരാനും ഒക്കെ ആ ഒരു കാണിക്കുന്ന ഒരു മനസ്സ്, അത് ഭയങ്കര ഇതാണ്. കാരണം അത് നമ്മളോടൊന്നും മാത്രമല്ല, എനിക്ക് തോന്നുന്നു എല്ലാ ടെക്നീഷ്യൻസിനെയും ഭയങ്കര കംഫർട്ട് സോണിൽ നോക്കുന്ന ഒരാളാണ്. ഈ പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന ടൈറ്റിലിനോട് ഏറ്റവും കൂടുതൽ ചേർത്ത് വയ്ക്കുന്ന വാക്കായിട്ട് ബിലീവബിൾ എന്ന് തോന്നിയിട്ടുണ്ട്. ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് അതൊരു നാടായിരിക്കാം, ഒരു വീടായിരിക്കും, ഒരു മുറിയായിരിക്കാം, എന്നിട്ടൊരു ചെറിയ പ്രോപ്പർട്ടി ആയിരിക്കാം. ഇതിലൊരു ബിലീവബിൾ ഫാക്ടർ ഉണ്ട്. ആളുകൾക്കത് വിശ്വസിക്കാൻ കഴിയണം. അതെ, കഥയിൽ നിൽക്കണം, ഇമോഷണൽ നിൽക്കണം. കിടിലൻ ക്വസ്റ്റ്യൻ. അല്ല, വേറെ ഒന്നുമല്ല. സാധാരണ നമ്മൾ ഇന്റർവ്യൂവിൽ ഫസ്റ്റ് വന്നു പറഞ്ഞ സിനിമ അല്ലെങ്കിൽ അതായിരിക്കും ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ. ഇപ്പൊ ഈ ചോദിച്ച ചോദ്യം എന്ന് പറയണത് ഒരു കിടിലൻ കണ്ടന്റ് ചോദ്യമാണ്. കാരണം എന്താന്ന് വെച്ചാല് പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന് പറയുമ്പോൾ ഇത് നമ്മളുടെ എന്താ പറയാ, ഒരുപാട് പേർക്ക് അറിയില്ല. മീൻസ് സാധാരണ ആൾക്കാർക്കൊന്നും എന്താണ് ആർട്ട് ഡയറക്ഷൻ അല്ലെങ്കിൽ എന്താണ് പ്രൊഡക്ഷൻ ഡിസൈനിങ്, അതായത് അവർക്ക് അറിയില്ല. മീൻസ് അപ്പൊ നമ്മളത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. എന്താണ് ഇത്, സിനിമയിൽ നിങ്ങൾ കാണുന്ന ഹോസ്പിറ്റൽ, പോലീസ് സ്റ്റേഷൻ, അങ്ങനെയുള്ള വീട്, ഇതെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരുപാട് മാറിയത്. കാരണം മഞ്ഞുമൽ ബോയ്സ് അങ്ങനെയൊക്കെയുള്ള അത്രയും ആർട്ടിനെ കുറച്ചുകൂടെയൊക്കെ എല്ലാവരിലേക്ക് എത്തിച്ചു. നമ്മുടെ ജ്യോതിശങ്കർ പുള്ളിയൊക്കെ ചെയ്തു വെച്ച വേൾഡ് ക്രിയേഷനൊക്കെ ഒരുപാട് പേര് എത്തിച്ചിട്ടുണ്ട്. പ്രൊഡക്ഷൻ ഡിസൈനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു സിനിമയ്ക്ക് നമ്മൾ ഇന്നായി ആദ്യം നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത്, ഇപ്പം ഞാൻ തമിഴിലായതുകൊണ്ട് എനിക്ക് ഈ സ്ക്രിപ്റ്റ് റീഡിങ്ങിന്, അതായത് ഞാൻ ഇരുന്ന് വായിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ എപ്പോഴും ഒരു സ്റ്റെപ്പ് മുന്നിൽ വയ്ക്കുന്നത് എനിക്ക് സ്ക്രിപ്റ്റ് നരേഷനാണ്. അപ്പം അവിടെ നിന്ന് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഈ നരേഷൻ കഴിയുമ്പോൾ ഏകദേശം ആ സീൻ ബേസ് അല്ലെങ്കിൽ ആ വിഷ്വലുകൾ നമ്മുടെ ഈ പറഞ്ഞ നമ്മളിങ്ങനെ കാണാനും അല്ലെങ്കിൽ നമ്മളത് ഇമാജിൻ ചെയ്യാനും തുടങ്ങും. അവിടെ നിന്ന് നമുക്ക് ആ സിനിമയ്ക്ക് വേണ്ട ലൊക്കേഷൻസിൻ്റെ ഒരു ലിസ്റ്റ് നമ്മൾ റെഡിയാക്കും. അത് കഴിഞ്ഞിട്ട്
അതിനകത്ത് എവിടെയൊക്കെയാണ് നമുക്ക് ഹെവി എലമെന്റ്സ് വരുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ നേരത്തെ അതിനകത്തൊരു ചോദ്യത്തിലൊരു കാര്യമുണ്ട്, ഇമോഷണൽ കണക്ഷൻ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഒരു ബാക്ക് ഡ്രോപ്പ് സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്യാരക്ടർ ആരാണ്, അതിൻ്റെ അവരുടെ ജോബ് എന്താണ്, അല്ലെങ്കിൽ ഇപ്പൊ മാനസികമായിട്ട് എന്താണ് ഇതെല്ലാം നമ്മൾ ചിന്തിക്കാറുണ്ട്. കാരണം ഒരു വീട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള എലമെന്റുകൾ കുറേയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ആ വീട്ടിൽ സ്ത്രീകൾ താമസിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കുട്ടികളുണ്ടോ, അല്ലെങ്കിൽ ഈ ലേഡീസ് ഒക്കെ ഉള്ള വീട് ശ്രദ്ധിച്ചാൽ അതിന്റെ ഫ്രണ്ടേജ് ഒക്കെ എപ്പോഴും ഗാർഡനിങ് ഉണ്ടാവും, പൂക്കൾ ഉണ്ടാവും. അപ്പൊ അത് ഒരു പക്ഷേ അങ്ങനെ ആരും ഇല്ലാത്ത ഈ ജെൻസ് മാത്രമാണെങ്കിൽ അതിനെ കെയർ ചെയ്യാൻ ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറേയൊക്കെ ശ്രദ്ധിക്കണം. അപ്പം ഒരു വീട് എടുക്കുന്നു, ആ വീട്ടില് ഇപ്പൊ ഒരു മരണം കഴിഞ്ഞ മൂടാണെങ്കിൽ നമ്മൾ പെയിന്റിലൊക്കെ കുറച്ചൊന്ന് ഭയങ്കര ഡെപ്ത് കൺട്രോൾ ചെയ്തൊക്കെ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. കറുപ്പ് തന്നെ എനിക്ക് തോന്നുന്നു കോടതി ഇതിൽ ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണല്ലോ. ഈ പറഞ്ഞ ട്രെയിലർ എന്നൊക്കെ നമുക്ക് ഇപ്പൊ പോസ്റ്റേഴ്സ് എന്നൊക്കെ നമുക്ക് വിസിബിൾ ആവുന്നത് കോർട്ട് റൂം എന്നുള്ള കംപ്ലീറ്റ് ഒരു കോർട്ട് റൂം ഡ്രാമ അല്ലെങ്കിൽ കൂടി കോർട്ട് റൂം ഇതിന്റെ പാർട്ടാണ്. ഈ കോർട്ട് റൂമിനെയും നമ്മൾ ഈ സിനിമ തുടങ്ങി ഇത്രയും വർഷമായിട്ട് നമ്മൾ പല രീതിയിലുള്ള കോർട്ട് റൂമുകൾ കാണുന്നുണ്ട്, പല രീതിയിലുള്ള വിറ്റ്നസ് ബോക്സുകൾ കാണുന്നുണ്ട്, അറേഞ്ച്മെന്റ് കാണുന്നുണ്ട്. ഇപ്പൊ സൂര്യയുടെ ജെയ്ബീം ഒക്കെ ഒരു റിയലിസ്റ്റിക് ചെയ്തിട്ടുണ്ട്. കറുപ്പ് വരുന്ന സമയത്തേക്ക് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയുന്നു ഇതിലൊരു കോർട്ട് റൂം സെറ്റപ്പ് ഉണ്ട്, അത് ഡിസൈൻ ചെയ്യണം. അരുണിന്റെ ഡിസൈൻ എന്തായിരിക്കും എല്ലാവരും ക്യൂരിയസ് ആവുന്നു. അവിടെ ഒരു ഡിസൈൻ പ്രൊവൈഡ് ചെയ്യണം, അതിൽ ബിലീവബിൾ ആയിക്കൊണ്ട് തന്നെ ഇവൻ എല്ലാ സിനിമാറ്റിക് മൊമെന്റിനും പറ്റിയ രീതിയിൽ അത് സെറ്റപ്പ് ചെയ്യണം. എന്താ ശരിക്കും ഒരു കോർട്ട് റൂം സെറ്റപ്പ് എങ്ങനെയാ റെഫറൻസ് എടുക്കുന്നത്? അതിന് മറ്റു സിനിമകൾ അതിന് മുൻമാതൃകളാവുന്നുണ്ടോ? എങ്ങനെയത്? അത് ഞാൻ എപ്പോഴും ഞാൻ എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും റിയൽ സംഭവങ്ങൾ എടുക്കുക എന്നുള്ളതാണ് എനിക്ക് കുറച്ചുകൂടെ താല്പര്യമുള്ളത്. ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ പോലും റിയൽ പോലീസ് സ്റ്റേഷനുകൾ എങ്ങനെയാണ്, അപ്പോൾ അതിൻ്റെ നമ്മൾ കുറച്ച് മുന്നേ ഒക്കെ ഞാൻ നേരിട്ട് സ്റ്റേഷനിലൊക്കെ പോയിട്ടൊക്കെ റെഫറൻസ് എടുക്കാറുണ്ട്. ഇപ്പം നമുക്ക് അസോസിയേറ്റ്സ് പോയി എടുക്കും. അതുപോലെ തന്നെ കോർട്ടാണെങ്കിലും റിയൽ കോർട്ടിൻ്റെ മാക്സിമം ഫോട്ടോസ് ഈ കോർട്ടിൻ്റെ ഫോട്ടോസ് കിട്ടത്തില്ല, നമ്മൾ നെറ്റിൽ നിന്നും കുറവാണ്. പിന്നെ നമുക്ക് റിയൽ അവിടെ പോയി ഫോട്ടോ എടുക്കാനും പെർമിഷൻ ഇല്ല. അപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പെർമിഷൻ എടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം അകത്ത് കയറി അവിടെ ചെന്ന് ചുമ്മാ നിന്ന് കാണാൻ മാത്രം പറ്റും. അപ്പം നമ്മൾ കാണുമ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ മൈൻഡിൽ ഇതിനെ അമർ അക്ബർ അന്തോണിയിൽ ഫോട്ടോ എടുക്കുന്ന അതുപോലെ നമ്മൾ ചുമ്മാ അതിങ്ങനെ ക്യാപ്ചർ ചെയ്ത് അത് മൈൻഡിൽ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ കറുപ്പ് സിനിമയ്ക്ക് DOP GK വിഷ്ണു, അപ്പൊ ജവാൻ, മർസൽ അങ്ങനെയുള്ള വലിയ ഹെവി വെയിറ്റ് സിനിമകളുടെ DOP ആണ്. അപ്പൊ പുള്ളി എപ്പോഴും നമ്മൾ ഒരു പ്രോഡക്റ്റിന്റെ ഒരു അതിന്റെ ഒരു സ്റ്റെപ്പ് കുറച്ചുകൂടെ വലിപ്പം അല്ലെങ്കിൽ സ്കെയിലപ്പ് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു DOP ആണ്. അപ്പൊ ഞാൻ ഈ കോർട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴും നമുക്ക് രണ്ടും ഞാൻ ഇത് ഈക്വലി ബാലൻസ് ചെയ്യണം. ഒരു പക്ഷേ നമ്മൾ സ്കെയിലപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ അതൊരുമാതിരി എന്താ പറയാ, അതിന് മിസ്മാച്ച് ആവാനും പാടില്ല. പക്ഷെ നമുക്ക് ആ ലൈഫ് വേണം, ആ ഒരു ഫീൽ കൊണ്ടുവരണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വേറെ സിനിമകളുടെ റെഫറൻസ് വരാൻ പാടില്ല. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഈ സ്കെച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം മൈൻഡിലെടുത്ത്, പിന്നെ ആ കോർട്ട് റൂമിന് എത്ര വർഷം പഴക്കമുണ്ട്, അപ്പൊ ആ പഴക്കം എത്ര വർഷമാണോ ആ സമയത്ത് ഉണ്ടായിരുന്ന കൺസ്ട്രക്ഷൻ എന്താണ്, അപ്പൊ ആ സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെറ്റീരിയൽ എന്താണ്, ഇങ്ങനെയുള്ള എലമെന്റുകൾ എല്ലാം നോക്കിയിട്ട് വേണം ആ ഒരു റൂം ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു റൂമൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ കണ്ടിട്ട് വേണം എത്രത്തോളം അത്, കാരണം നമ്മൾ ചെയ്യുന്ന വേൾഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ ബെസ്റ്റ് ആണല്ലോ. പക്ഷെ അത് ഓഡിയൻസ് ഇപ്പം ഈ പറഞ്ഞ മാവീരൻ കണ്ട് ഇപ്പോഴും പലരും ചോദിക്കുന്നുണ്ട് അതെല്ലാം സെറ്റാണോ, അല്ലെങ്കിൽ അത് സെറ്റ് ഇട്ട് ചെയ്തതാണോ. അപ്പൊ അതിനകത്ത് എനിക്ക് തോന്നുന്നത് ഞങ്ങളൊരു 95% സെറ്റാണ്. അതിൽ റിയൽ എന്ന് പറയുന്ന സംഭവങ്ങളൊന്നുമില്ല. എക്സ്റ്റീരിയറും സെറ്റ് ഇട്ട് നമ്മൾ, അതായത് ഞാൻ പറഞ്ഞില്ല, ഒരു 3 നില ബിൽഡിംഗ് സെറ്റ് ഇട്ടിട്ട് അതിനെ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാം. എക്സ്റ്റെൻഡ് ആണ്. അതിൽ നമുക്ക് ചില സ്ഥലങ്ങളിൽ അത് അറിയാൻ പറ്റും. അത് ഞാൻ തന്നെ അത് ഓപ്പൺ ഇത് ചെയ്തിട്ടുണ്ട്. കാരണം
ചില സ്ഥലത്ത് വലിയ വൈഡിലേക്ക് വരുമ്പോൾ ആ VFXന്റെ ഫീല് നമുക്ക് കുറച്ചറിയാൻ പറ്റും. ആ ഹീറോ ഇൻഡോറിനകത്തൂടെ ഓടുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ആർട്ട് ക്രിയേറ്റ് ചെയ്ത, ഒന്നും VFX ഇല്ല. കാരണം അത് ഞങ്ങൾ സംസാരിച്ചിട്ട് VFX അവിടെ അകത്ത് കയറുമ്പോൾ അത് അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അത് കയറാണ്ട് മാക്സിമം എനിക്ക് തോന്നുന്നു ഹീറോയാണ് അതിൽ സമ്മതിക്കേണ്ടത്. ആ മാവീരന്റെ സമയത്ത് ഞാൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെല്ലാവരും 2 മാസ്കും ഒക്കെ വെച്ചിട്ടാണ് ഫുൾ ടെക്നിക്കൽ ക്രൂ നിൽക്കുന്നത്. ഹീറോയ്ക്ക് മാത്രമാണ് അതിൽ ഒരു മാസ്ക് പോലും ഇല്ലാണ്ട് ഇത്രയും സമയം. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഒരു ദിവസം 300-400 കിലോ മൈദയാണ് ഡസ്റ്റിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് പുള്ളി മൊത്തം ഇത് എടുക്കാണ്. എനിക്ക് തോന്നുന്നു അതിനിടയ്ക്ക് ഒരു ദിവസം ഷൂട്ടിന്റെ ഇടയ്ക്ക് പുള്ളിക്ക് ബ്ലീഡിങ് വന്നിട്ട് പിന്നെ പുള്ളി കാരവാനിൽ പോയിട്ട് പിന്നെ വീണ്ടും ക്ലീനപ്പ് ഒക്കെ ചെയ്തിട്ട്, കാരണം ഈ ഡസ്റ്റ് ഫുൾ അടിച്ച് കയറാണ്. അപ്പൊ അങ്ങനെയൊക്കെ അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെയും ഞാൻ പറഞ്ഞത് കണ്ടന്റ് വേറെ ഒന്നുമല്ല, അവിടെ ആ സിനിമ റിലീസ് കഴിഞ്ഞപ്പോഴാണ് എല്ലാരും അത് റിയൽ ആണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം വന്നത്. അപ്പൊ കറുപ്പും റിലീസ് കഴിഞ്ഞിട്ട് എല്ലാവരും എത്രത്തോളം അത് ട്രസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇത് ഇത് ഒറിജിനൽ ആണോ അല്ലെങ്കിൽ ഇത് അങ്ങനെ ഒരു ചോദ്യം വരില്ല. അവിടെയാണ് നമുക്കൊരു സക്സസ് വരുന്നത്. അപ്പൊ അത് പടം റിലീസ് കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. ഈ കറുപ്പിന് ട്രെയിലർ വരുന്ന സമയത്തേക്കും ട്രെയിലർ ഏറ്റവും കൂടുതൽ കാണിച്ച ഷോർട്ട് എന്ന് പറയുന്നത് ഒരു ഫൈറ്റ് സീക്വൻസ് ആണ്. ഇപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളതാണ് വലിയ സിനിമകളിലെ വലിയ ഫൈറ്റ് എടുക്കുന്നത്. അതിൽ ഈ നമുക്ക് കാണുമ്പോൾ ഭയങ്കര വെയിറ്റ് തോന്നിക്കുന്ന പ്രോപ്പർട്ടീസ് ഉണ്ടാവാം, അടിക്കാനും ഇടിക്കാനുമായിട്ട്. അതിൽ ചോര തെറിക്കലുണ്ടാവാം, ഇയാൾ മറയണം, ചിലപ്പോൾ ഒരു തൂണിൽ പോയി ഇടിച്ച് അത് ബ്ലാസ്റ്റ് ഉണ്ടാവുമായിരിക്കും. ഒരു ഫൈറ്റ് ചെയ്യുന്നത് ഇപ്പോഴും ഒരു ആക്ഷൻ ഡയറക്ടറാണ്, അയാളുടെ ഷോർട്ട് ഡിവിഷനിലും ഷോർട്ട് പ്ലാനിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അവിടെ സപ്പോർട്ടായിട്ട് ആൾക്ക് വേണ്ടതെല്ലാം പ്രൊവൈഡ് ചെയ്യണല്ലോ. അതിൽ ഈ പറഞ്ഞ പെയിൻ ഫീൽ ചെയ്യാൻ തരത്തിലുള്ള ബ്രേക്കുകളാവണം. എന്നാൽ പലരും ട്രോൾ ചെയ്യുന്ന പോലത്തെ തരത്തിലുള്ള ഫൈറ്റും വരാൻ പാടില്ല, തൊട്ട് പൊട്ടിച്ച് തെറിപ്പിക്കൽ അത് വരാനും പാടില്ല. ഇതെല്ലാം കൃത്യമായിട്ട് ബാലൻസ് ചെയ്യും വേണം. ഒരു ഫൈറ്റ് സീക്വൻസ് സെറ്റ് ചെയ്യുന്നത്, അതിലെ പ്രോപ്പർട്ടീസ് ചാർട്ട് ചെയ്യുന്നത്, ഈ പറഞ്ഞ വെപ്പൺസിനപ്പുറത്തേക്കുള്ള മറ്റു പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്യുന്നത്, ഇത് ഒരിടിക്ക് പൊളിയണം, അതിൽ പൊളിയെന്ന് ഉറപ്പ് വരുത്തണം. ഇത് ഒരു തവണ പൊളിച്ച പിന്നെയും പണിത് ചെയ്യാനായിട്ട് എന്താ ശരിക്കും ഒരു ഫൈറ്റിന്റെ ഒരു കംപ്ലീറ്റ് ഡിസൈൻ എന്താ? ഇപ്പൊ കറുപ്പ് വേണമെങ്കിൽ എച്ചമടെ പറയാം, മാവീരൻ പറയാം. അല്ല, മാവീരൻ പറഞ്ഞു കഴിഞ്ഞാൽ മാവീരന്റെ ഇഷ്ടം പോലെ പറയേണ്ടി വരും. കാരണം മാവീരന്റെ ഫൈറ്റ് മാസ്റ്റർ തന്നെ ഫോറിൻ ഫൈറ്റ് മാസ്റ്റർ യാനിക് ബെൻ. അപ്പം യാനിക് ബെന്നിന് കുറെ സ്പെഷ്യൽ ഇതുണ്ട് കേട്ടോ. സീരിയസ്ലി നമ്മള് സാധാരണ ഞാനും കുറെ കാര്യങ്ങൾ യാനിക് ബെന്നിൽ നിന്ന് പഠിച്ചു. നമ്മള് എപ്പോഴും ഈ പറഞ്ഞില്ലേ റിയൽ ഫീൽ വരണം, അല്ലെങ്കിൽ ആ റിയൽ ഇത് തോന്നണം എന്നുള്ള രീതിയാണ് നമ്മളെപ്പോഴും നോക്കുന്നത്. പക്ഷെ യാനിക് ബെൻ എങ്ങനെയാന്ന് വെച്ചാൽ, യാനിക് ബെന്നിന് ഫസ്റ്റ് സേഫ്റ്റിയാണ്. അപ്പൊ ഇച്ചിരി നിങ്ങൾ ചെയ്യുന്നത് അത് ആർട്ട് അറിഞ്ഞാലും കുഴപ്പമില്ല, അത് സേഫ്റ്റിയാണ് മുഖ്യം, അത്രയും സോഫ്റ്റ് ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് യാനിക് ബെൻ. അപ്പം നമ്മള് ഈ ഫസ്റ്റ് നമ്മള് ആ റിയൽ ഫീല് കൊടുത്ത് ചെയ്തു തുടങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മള് പിന്നെ എന്തായി, യാനിക് ബെന്നിന്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും ഈ റിയൽ പ്ലസ് എത്ര മോർ സോഫ്റ്റ് ആക്കാൻ പറ്റുമോ എന്നുള്ളൊരു പ്രോസസ്സിലേക്കായി. അപ്പൊ അത് ഞങ്ങൾക്ക് ഭയങ്കര ചലഞ്ചാണ്. കാരണം ഇത് അത്രയും സോഫ്റ്റും ആയിരിക്കണം, പക്ഷെ നമുക്ക് അത് ഒരു പക്ഷെ അയ്യോ ഇത് ഭയങ്കര ഡെമ്മി ആണല്ലോ, ആടാൻ പാടില്ല, അങ്ങനെയുള്ള കുറെ ചലഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് ഈ പറഞ്ഞ കണക്ക് നിന്ന നിപ്പിനൊക്കെ ആയിരിക്കും പില്ലർ ഇടിച്ചു പൊട്ടിക്കുക. അപ്പൊ നമ്മളൊരു 2 പില്ലർ അല്ലെങ്കിൽ 3 പില്ലറൊക്കെ റെഡിയാക്കി വെച്ചേക്കും, ബാക്കപ്പ് ഉണ്ടാവും. പക്ഷെ ഞങ്ങളുടെ നല്ല സമയമാണെങ്കിൽ 4ഉം 5ഉം ഒക്കെ പോകും. അപ്പൊ അവിടെ നടക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല, അതുപോലെയാണ് ഞങ്ങളുടെ സിറ്റുവേഷൻ. ഞങ്ങൾ ആ ഒരു സമയത്ത് ഒരു ടീം ഷൂട്ടിന്റെ ലൊക്കേഷനിൽ ഉണ്ടാവും. അവർ ഈ ഓരോ പില്ലറും ഈ പൊളിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ ഇത് നേരെ കൊണ്ടുവരുന്നു, മറ്റേ ഓപ്പറേഷൻ തിയേറ്റർ പോലെ. ഇവിടെ ഒരു ഫുൾ ടീം ഇങ്ങനെ പ്ലാസ്റ്ററും ഫുൾ പെയിന്റും സെറ്റപ്പും ഒക്കെ ആയിട്ട് ഒരു 10-12 പേര് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. നമ്മൾ ഈ കാർ റേസിംഗിലൊക്കെ കണ്ടിട്ടില്ലേ, കാർ ഇങ്ങനെ കൊണ്ടുവരുന്നു, ടപ്പട്ടപ്പട്ട ടയർ മാറ്റുന്നു, അടുത്ത് വീണ്ടും തിരിച്ചു കൊണ്ടുപോകുന്നു. ഇതുപോലെയാണ് ഞങ്ങൾ. അതായത് അപ്പം ഒരു പില്ലർ ആയിരിക്കും നമ്മളെ ഇനി സേഫ്റ്റിക്ക് ഉണ്ടാവുക. ഈ പില്ലർ എപ്പോഴും ബാക്കപ്പ് വെച്ച് സേഫ്റ്റി വെച്ചും കൊണ്ട് അടുത്ത് പൊട്ടിക്കുന്നു, റീടേക്ക്, അപ്പൊ തന്നെ ഇത് തിരിച്ചു കൊണ്ടുവരുന്നു, ഒരെണ്ണം ഇത് ഇവിടുന്ന് കയറുന്നു. ഈ പോയ പില്ലറ് പൊട്ടുന്ന സമയമേ ഞങ്ങൾക്കുള്ളൂ അടുത്ത് റെഡിയാകണം. അതായത് പിന്നെ വെയിറ്റ് ചെയ്താൽ ഈ പറഞ്ഞ ഹീറോ മുതൽ ഇത്രയും ക്രൂ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള
എനിക്കല്ല, എല്ലാ ആർട്ട് ഡയറക്ടേഴ്സിനും ഇങ്ങനെയുള്ള ചലഞ്ച് കിട്ടാറുണ്ട്. കറുപ്പിലെ ഫൈറ്റ് ആണെങ്കിലോ? കറുപ്പില് വാളും അത് കറുപ്പിൽ എനിക്ക് എന്താന്ന് വെച്ചാൽ എനിക്ക് 2 ഫൈറ്റ് മാസ്റ്റർമാരെ കൂടെ, 2 അല്ല 3 പേരെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഇതുണ്ടായി. അതായത് വിക്രം മോർ മാസ്റ്റർ ആണ് ഓൾമോസ്റ്റ് എല്ലാ ഫൈറ്റും ചെയ്തേക്കുന്നത്. പിന്നെ അൻപർവ്, ഇപ്പൊ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന അൻപർവിന്റെ കൂടെ ക്ലൈമാക്സ് ഫൈറ്റ് വർക്ക് ചെയ്യാൻ പറ്റി. എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് കുറെ ഞാൻ അസിസ്റ്റന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവരെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, അൻപർവിന്റെ കൂടെ. അപ്പൊ അന്ന് എനിക്ക് തോന്നുന്നു അവരും മാസ്റ്റർ ആയിട്ടില്ല, ആ സമയത്ത് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത് കറുപ്പിലാണ്. അതിനിടയ്ക്ക് ഞാനും വർക്ക് ചെയ്തിട്ടില്ല. അന്ന് വീണ്ടും കണ്ടപ്പോഴത്തേക്കാണ് ഈ നമ്മള് പഴയ കണക്ഷനൊക്കെ ഓർമ്മിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത് അൻപർവ് മാസ്റ്ററിന്റെ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ സ്കെയില് ഭയങ്കര ഹെവിയാണ്, അവരുടെ സ്റ്റൈലും അല്ലെങ്കിൽ അവരുടെ രീതികളും. അപ്പൊ അവര് നമ്മൾ കാണുന്ന എല്ലാ നമ്മളൊരു ലൊക്കേഷനിൽ എന്തൊക്കെ പ്രോപ്സ് ഉണ്ടോ അതിന്റെ ഓൾമോസ്റ്റ് എല്ലാത്തിന്റെ ഡെമ്മി വേണം. കാരണം എപ്പോ എങ്ങോട്ടാണ് അവരത് ഓപ്പൺ ആയിട്ട് പറയുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊറിയോയുടെ അകത്ത് എങ്ങോട്ട് എപ്പം മാറും എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഒരു ലൊക്കേഷൻ ആണെങ്കിൽ ഇപ്പൊ ഈ നമ്മൾ ഇരിക്കുന്ന 2 സോഫയും ഡെമ്മി വേണം, ഈ പറഞ്ഞ ഇത് ടേബിൾ, ഗ്ലാസ്, ഈ ബോട്ടിൽ, ഈ A-Z ഫ്രെയിം ഡെമ്മി ആയിരിക്കണം. അപ്പൊ അത് എപ്പോഴാണോ കൊറിയ മാറുന്നത് അതിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു കറുപ്പിന് ഞങ്ങള് ക്ലൈമാക്സിന് ഡെമ്മി മാത്രം ഏകദേശം 38 ലക്ഷം രൂപയ്ക്ക് ഡെമ്മി മാത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനു വേണ്ടി ഒരു വലിയ ഒരു സ്റ്റാള് പോലെയൊക്കെ ഇട്ട് ഡിസ്പ്ലേ ഇട്ട് വെക്കും കേട്ടോ, ഭയങ്കര രസമാണ്. ലൊക്കേഷനിൽ ഒരു പോർഷനിൽ വലിയൊരു 30-40 അടി നീളത്തിന് ഈ ഒരു ടേബിളെല്ലാം ഇട്ടിട്ട് ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഡിസ്പ്ലേ ഉണ്ടാവും. ഒറിജിനൽ അതിന്റെ ഡെമ്മി, ഒറിജിനൽ അതിന്റെ ഡെമ്മി. അതായത് ഇപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാൽ എപ്പോഴും നമ്മളൊരു 5-6 ഓപ്ഷൻ ഡെമ്മി സേഫ്റ്റിക്ക് വെക്കും, കാരണം ഇല്ല പോയിട്ട് തിരിച്ചു വരാനുള്ള. പിന്നെ ഡെമ്മി അസിസ്റ്റൻസ് ഒരു 10-20 പേര്. കറുപ്പിന് എപ്പോഴും കറുപ്പിന്റെ ആർട്ട് ടീം തന്നെ അത്യാവശ്യം ഹെവി ആയിരുന്നു. ഒരു സോങ്ങിനാണെങ്കിലും സോങ്ങിന്റെ സെറ്റ് വർക്ക് മാത്രം ഏകദേശം 200ഓളം പേര് വർക്ക് ചെയ്തിട്ടുണ്ട്. കാർപ്പൻറ്റർ, പെയിന്റർ, മോൾഡർ, ഡെമ്മി മേക്കേഴ്സ്, പിന്നെ എന്റെ ടീം, അങ്ങനെ ഒരു ഹ്യൂജ് ടീമാണ് വർക്ക് ചെയ്തത്. അടുത്ത ഞാൻ സോങ്ങിലോട്ടും വരുമായിരുന്നു. അതായത് ഈ പറഞ്ഞ നിങ്ങളുടെ ഏറ്റവും രസമുള്ള ഏരിയയിലേക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു തിരുവിഴയൊക്കെ റീക്രിയേറ്റ് ചെയ്യുന്നത്. അതിപ്പോ സുഴലില് ഭയങ്കര മാഗ്നിഫിഷ്യന്റ് ആയിട്ട് അതായത് കോറാണല്ലോ ആ സീരീസിന്റെ, അത് ഗംഭീരമായിരുന്നു കേട്ടോ. സുഴൽ പറഞ്ഞോണ്ടോ, സുഴൽ എല്ലാവരും എനിക്ക് തോന്നുന്നു സുഴല് ഞാനാ ചെയ്തതെന്ന് ആർക്കും അറിയത്തില്ല. അതാണ് അതിന്റെ മെയിൻ കേസ്. കാരണം എന്റെ നാട്ടുകാർക്കുള്ള അറിയത്തില്ല. കാരണം സീരീസ് ആണല്ലോ, സീരീസ് കണ്ട് അതിനകത്ത് പ്രൊഡക്ഷൻ ഡിസൈനർ എന്നൊക്കെ പേര് അങ്ങനെയൊന്നും അത്രയും ആരും ചിന്തിക്കാറുണ്ട്. അത് മിക്കവാറും സ്കിപ്പ് അടിച്ചു. അതിപ്പോ നമ്മളാണെങ്കിലും എന്നിട്ട് ലാസ്റ്റ് എപ്പിസോഡ് കഴിയുമ്പോഴാണ് ഫുൾ സ്ക്രോൾ കാണുന്നത്. അപ്പൊ അത്രയും ഇതുള്ളതുകൊണ്ട് തന്നെ സുഴൽ ഞാനാ ചെയ്തതെന്ന് അങ്ങനെ ആർക്കും അറിയത്തില്ല. പക്ഷെ അറിയുന്ന ആൾക്കാരെല്ലാരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഈ ഉത്സവം, എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത്, ഉത്സവം നിങ്ങൾ ഒറിജിനൽ പോയി ചെയ്തതല്ലേ? ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് തന്നെ അത് ചോദിക്കണം, ഞങ്ങളത് കഷ്ടപ്പെട്ട്, കാരണം ഏറ്റവും ബഡ്ജറ്റ് ചെലവ് ചെയ്ത് എടുത്തേക്കുന്ന ഉത്സവങ്ങൾ. ഞാൻ അതിലെപ്പോഴും ആലോചിച്ചിട്ട് ഒരിക്കലും ഒരു OTT ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യത്തില്ലല്ലോ. അവിടെ ഇത്രയും വലിയ സംഭവം ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ലാൻഡ്സ്കേപ്പിന്റെ സാധനം, അവിടുത്തെ ക്ലൈമറ്റിക് കണ്ടീഷനില് ഇത് സെറ്റപ്പ് ചെയ്തെടുക്കുക, അത് നൈറ്റ് ഷൂട്ട്, അതെന്താ മൊമെന്റ് എന്തായിരുന്നു? അത് സത്യം പറഞ്ഞാൽ ആലോചിക്കുമ്പോ ഭയങ്കര പ്രഷറിൽ പോയിട്ടുള്ള ഒരു സമയമാണ്. കാരണം നമ്മൾ എൻ്റെ ഏറ്റവും വലിയ സിനിമ എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരം, ആട് 2, ജൂൺ, ഇതൊക്കെയാണ് ഞാൻ ചെയ്ത വലിയ സിനിമകൾ. അപ്പൊ അവിടെ നിന്നും ആർട്ടിന്റെ സ്കെയില് ഒറ്റ അടിക്കാണ് ഞാൻ സുഴലിലേക്ക് പോകുന്നത്. പ്ലസ് കേരളം അല്ല, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ചെന്നൈയിൽ പോകുന്നത് തന്നെ സുഴലിന്റെ പ്രീ പോലെ, അതായത് സുഴലിന്റെ മീറ്റിങ്ങിനാണ് ഞാൻ ആദ്യം. അപ്പൊ ഞാൻ സിനിമയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ചെന്നൈയിലൊന്ന് പോകണം, അതെ എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ കേൾക്കുന്നുണ്ടെന്നല്ലാണ്ട് നമ്മൾ പോയിട്ടില്ല. അപ്പോഴാണ് പുഷ്കർ ഗായത്രി ഇങ്ങനെ ഒരു അതിന് എന്നെ ഞാൻ ഇന്ന് ഈ ഒരു ഇതില് അല്ലെങ്കിൽ ഇത്രയും സിനിമകൾ ചെയ്ത് നിൽക്കാൻ കാരണക്കാരെന്ന് പറയുന്നത് സ്റ്റണ്ട് മാസ്റ്റർ ദിലീപ് സുബ്രാജനാണ്. പുള്ളിയാണ് തൃശ്ശൂർ പൂരത്തിന്റെ ഫൈറ്റിൽ ഈ പറഞ്ഞ പില്ലർ, അതിനകത്ത് ഒരു പില്ലർ ബ്ലാസ്റ്റ് ഉണ്ട്. അപ്പൊ ആ പില്ലറൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ പുള്ളിയാണ് എന്നെ. അപ്പൊ പുള്ളിയും സാറും പുഷ്കർ ഗായത്രിയും അന്ന് ഭയങ്കര ഒരു ടീമാണ്. അങ്ങനെ അവിടെ ഇങ്ങനെ ഒരു ആർട്ട് ഡയറക്ടറിനെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ
പുള്ളി ഏകദേശം എനിക്ക് തോന്നുന്നുണ്ട് അപ്പോഴും തന്നെ 10-200ഓളം സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു ഫൈറ്റ് മാസ്റ്റർ. പക്ഷെ പുള്ളിക്ക് എന്ത് തോന്നിയെന്ന് അറിയാൻ വയ്യ. എന്നോട് ചോദിച്ചു ഇങ്ങനെ താല്പര്യമുണ്ടോ സാർ ഇങ്ങനെ ചോദിക്കുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ നമുക്കൊരു തമിഴ് പ്രോജക്റ്റ് സുഴൽ എന്ന് പറഞ്ഞ സീരീസ് അല്ലേ, ചെറിയ എന്തെങ്കിലും ആയിരിക്കും, സിനിമ അല്ലല്ലോ, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഫസ്റ്റ് മീറ്റിങ്ങിന് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഫസ്റ്റ് മീറ്റിംഗ് ഇവരുമായിട്ടാണ് പുഷ്കർ ഗായത്രി. അപ്പോൾ അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. അപ്പോൾ ആദ്യം ചെന്നപ്പോൾ തന്നെ ഞാൻ വളരെ സിമ്പിളായിട്ടാണ് പോയത്. നമ്മളീ പറഞ്ഞ ടാബും സെറ്റപ്പും പരിപാടി ആംബിയൻസ് ഒന്നുമില്ല കേട്ടോ, ഭയങ്കര സിമ്പിളായിട്ട് അവിടെ ചെന്നിരുന്നു. അപ്പം ചെയ്ത സിനിമകൾ ചോദിച്ചു. ഇങ്ങനെ അന്ന് തൃശ്ശൂർ പൂരം വരെ നിൽക്കുന്നു, അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ശരി എന്തെങ്കിലും ചെയ്ത റെഫറൻസ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്ത സിനിമകളുടെ മേക്കിംഗ് എന്തെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, കാരണം നമ്മൾ ചെയ്യുന്നത് അവിടെ കഴിഞ്ഞു, അടുത്ത ചെയ്യാൻ പോകുന്നത് എന്താണോ അതിനെപ്പറ്റി പഠിച്ചിട്ട് അടുത്ത ചെയ്യുന്നു, അല്ലാണ്ട് നമ്മൾ ചെയ്തത് മേക്ക് ചെയ്ത് ഇതുവരെ എനിക്ക് അങ്ങനെ ഇല്ല കേട്ടോ, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ല. ഞാനിപ്പോഴും ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു മിസ്സിംഗ് ആണ് ഈ സുഴലിന്റെ മേക്കിംഗ് വീഡിയോ ഇല്ല, മാവീറിന്റെ മേക്കിംഗ് വീഡിയോ ഇല്ല. അപ്പൊ ഒരു പക്ഷെ ഇതെല്ലാം വന്നിരുന്നെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലായാലും എങ്ങനെയാണ് നമ്മൾ ആ വേൾഡ് ക്രിയേറ്റ് ചെയ്തത്. അതിലൊക്കെ ഞാൻ ഭയങ്കര വീക്കാ. അപ്പൊ അങ്ങനെ ചോദിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ഒരുപക്ഷെ അതൊന്നും കാണിക്കാത്തോണ്ടായിരിക്കും അവരെന്നെ ട്രസ്റ്റ് ചെയ്ത്. അപ്പൊ എന്താണ് നമ്മൾ ചെയ്തതെന്ന് അവർക്ക് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ട്രസ്റ്റ് ചെയ്ത് അവര് നേരെ അത് എനിക്ക് തോന്നുന്നു പുഷ്കർ സാർ എന്നത് ആ ഡയലോഗ് പറയുകയും ചെയ്തു. അരുൺ നീങ്ക ഇതും കാട്ടാൻ വരുന്നതിനാലേ എங்களுக்கு ട്രസ്റ്റ് ശരി ഓക്കെ നീങ്ങതാണ്. അപ്പൊ അങ്ങനെ ഇന്നായതാണ് സുഴൽ. സുഴലിൽ കയറിയതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് തമിഴ്നാടിന്റെ കൾച്ചർ, തമിഴ്നാടിന്റെ ഫീല്, ട്രാൻസെൻഡേഴ്സിന്റെ ഇമോഷണൽ ബ്ലാസ്റ്റ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉള്ള ഒരു പരിപാടിയാണ് ഈ മായാന കൊലൈ. അപ്പൊ ആ ഒരു ഫെസ്റ്റിവൽ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. നമ്മുടെ നാട്ടിലൊരു ഉത്സവമാണെങ്കിൽ നമ്മൾ ചെറുപ്പകാലം തൊട്ട് നിന്ന് അല്ലെങ്കിൽ നമ്മൾ പോയി കണ്ട ഉത്സവങ്ങളാണ്. അതിനകത്ത് എന്ത് വരും എന്ന് നമുക്കറിയാം. ഒരു ദേവീക്ഷേത്രമാണെങ്കിൽ എന്താവും, അല്ലെങ്കിൽ ദേവൻ ക്ഷേത്രം തെയ്യം വരെയുള്ള എക്സ്റ്റൻഷൻ ഉണ്ട്, അറിയാം, നമുക്കറിയാം ഇതൊക്കെയാണ്. ഘോഷയാത്ര ഉണ്ടാവും, അല്ലെങ്കിൽ പൂജകൾ ഇങ്ങനെയൊക്കെയാണെന്നറിയാം. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കാണ് ഇത് എൻ്റർലി ഡിഫറെൻ്റ് ആണ്, വേറൊരു വേൾഡാണ്. അപ്പം നമ്മൾ എന്തായാലും നമ്മൾ കമ്മിറ്റായി. പക്ഷെ സ്റ്റാർട്ടിങ് മൊമെന്റ് ഒക്കെ ഭയങ്കര പ്രഷറായിരുന്നു, കാരണം യൂണിയന്റേതായ കുറെ പ്രഷറുകൾ, നമ്മൾ മലയാളി നമ്മളെങ്ങനെയും ഒക്കെ അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞുവിടാൻ വേണ്ടിയിട്ടുള്ള ട്രൈ ഒക്കെ നല്ലോണം ഉണ്ടായിരുന്നു. ടീമിനകത്ത് പോലും നമ്മളൊരു മലയാളി ആയതുകൊണ്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മളെ ഇച്ചിരി കോർണർ ചെയ്യാനുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയൊക്കെ നമ്മൾ അത്യാവശ്യം നല്ലോണം ഫൈറ്റ് ചെയ്ത് നിന്നു. പിന്നെ ഈ സുഴലിന്റെ ഉത്സവങ്ങൾ, റിയൽ ഉത്സവങ്ങളെല്ലാം ഞാൻ പോയി കാണാൻ തുടങ്ങി. ആ സമയത്തുള്ള എല്ലാ ഉത്സവത്തിനും രാവിലെ പോകും. രാവിലെ പോയിട്ട് ഈ ഉത്സവം തീരുന്നവരെ, ഇപ്പൊ 2 ദിവസം 3 ദിവസമൊക്കെ ആണെങ്കിൽ 3 ദിവസവും ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത് ഓരോ പൂജ നടക്കുന്ന സ്ഥലത്തും ഒക്കെ പോയി നിന്ന്. കാരണം നമ്മള് എപ്പോഴും നമ്മൾ ഏതൊരു സ്ഥലത്തൊരു ഫംഗ്ഷന് പോയാലും നമുക്ക് വിഷ്വലാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതൊരു ഉത്സവം ആയിക്കോട്ടെ, കല്യാണം ആയിക്കോട്ടെ, ഓരോ രീതികളും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ആ വ്യത്യാസമുള്ള കാര്യങ്ങൾ എന്താണ്, ഇതെവിടെയെങ്കിലും നമുക്ക് ഉപയോഗം വരുമോ എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴേ അതിനെ ചുമ്മാ മൈൻഡിൽ വെച്ചേക്കും. അപ്പൊ അതുകൊണ്ട് സുഴലിന്റെ എല്ലാ ഉത്സവങ്ങളും പോയി കണ്ടിട്ട് പിന്നെ ഇത് മൊത്തം റീക്രിയേറ്റ് ചെയ്ത ഈ പറഞ്ഞ കുറെ എക്സ്പെൻസ് ചെയ്തിട്ടുണ്ട്. കാരണം ഉത്സവം മാത്രം 3 സ്ഥലങ്ങളിലാണ് ചെയ്തത്. ഒന്ന് ആ ലാൻഡ്സ്കേപ്പ് പൂമ്പാറ എന്ന് പറയുന്ന കൊടൈക്കനാലിലെ സ്ഥലത്ത് ഒരു 10 ദിവസത്തോളം ആ സ്ട്രീറ്റ് മൊത്തം, അതായത് 10 ദിവസത്തെ ഉത്സവമാണ്. അപ്പൊ ഓരോ ദിവസത്തെ വേരിയേഷനും നമ്മൾ കാണിക്കണം. 10 ദിവസം 10 എനിക്ക് തോന്നുന്നു അതിൽ ഘോഷയാത്ര തന്നെ ഒരു 4-5 ഘോഷയാത്രകളുണ്ട്. കൊടിമര ഘോഷയാത്ര, അടുത്ത പിന്നെ ഈ അമ്മന്റെ ഹെഡ് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇതെല്ലാം ഓരോ ദിവസവും നമ്മൾ ഇതിന് ആ ഘോഷയാത്രയുടെ ഫ്രണ്ടിൽ വരുന്നതും പുറകിൽ വരുന്നതുമായിട്ടുള്ള മൊത്തം ആംബിയൻസിനെ മാറ്റണം. ഇന്ന് കൊടുത്തതായിരിക്കില്ല നാളെ കൊടുക്കേണ്ടത്. പിന്നെ അതുമല്ല സുഴലില് 2 ഡയറക്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ് 4 എപ്പിസോഡ് ബ്രഹ്മ എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ, സെക്കൻഡ് 4 എപ്പിസോഡ് അനുചരൻ എന്ന് പറയുന്ന ഡയറക്ടർ. അപ്പൊ ഇവരുടെ 2 പേരുടെയും ഫ്ലേവർ വ്യത്യാസമുണ്ട്, 2 പേരുടെയും എപ്പിസോഡുകൾ വ്യത്യാസമുണ്ട്. ഇവർക്ക് 2 പേർക്കും വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. വിഷ്വലും ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെ ഹെവി ഒരു പ്രഷറിൽ നിന്ന് വേൾഡ് ക്രിയേറ്റ് ചെയ്തതാണ് സുഴൽ. അപ്പൊ അതിന്റെ ഒരു ഫെസ്റ്റിവൽ മൊത്തം എ ആർ റഹ്മാൻ സാറിന്റെ സ്റ്റുഡിയോയില് ക്ലൈമാക്സ് അല്ല സെറ്റ് ഇട്ടു. പുള്ളിക്ക് ഒരു സ്റ്റുഡിയോ ഉണ്ട് നമ്മുടെ ചെന്നൈയില്. ഈ
ആന്ധ്ര പോകുന്ന ബോർഡർ വലിയ ഫ്ലോറായി. ഫ്ലോർ അല്ല, ഔട്ട്ഡോറിൽ ഒരു ഭയങ്കര സ്പേസ് അവിടെ എടുത്തിട്ട് ലാസ്റ്റ് ക്ലൈമാക്സിൽ അത് മൊത്തം അവിടെ ലൈറ്റ് അപ്പ് ചെയ്ത് ഫുള്ള് അത് സെറ്റാ. എനിക്ക് തോന്നുന്നു 10-16 ഏക്കറിനകത്ത് അത് സെറ്റ് ഇട്ടതാ. അപ്പോൾ അത് ഡിവൈഡ് ചെയ്ത് അതിനകത്തൂടെ റോഡും 2 സൈഡിലേക്ക് പോകുന്ന റോഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് അമ്മൻ, അതായത് അമ്മന്റെ ഓരോ ദൈവത്തിന്റെ ഓരോ പോർഷനൊക്കെ തീമിതി, അമ്മൻ കിടക്കുന്നത്, പിന്നെ ശവപ്പറമ്പ്, അന്നദാന സെറ്റപ്പ്, ഇത് ആട്ടിനൊക്കെ വെച്ചിട്ട് പ്ലേ ഏരിയ, അങ്ങനെ ഒരുപാട് പോർഷൻസ് അത് ഈ സെറ്റ് ഇട്ടിട്ടുണ്ട്. ഈ പ്രൊഡക്ഷൻ ഡിസൈനർ എനിക്കൊന്ന് ഏറ്റവും വലിയ ഹൈ എന്ന് പറയുന്നത് ഒന്നുമല്ലാത്തൊരു ഭൂമിയിൽ ഇത് മൊത്തം ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണല്ലോ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അന്നൊക്കെ നമുക്ക് ഇപ്പൊ എയിലാണല്ലോ ഡിസൈൻ ചെയ്യുന്നത്, അന്ന് എ ഒന്നും ഇല്ല. മറ്റേ ചാർട്ട് പേപ്പർ ഇട്ടിട്ട് ആ ചാർട്ട് പേപ്പറിൽ ഇങ്ങനെ വരച്ച് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ അതിൽ നോക്കി നിൽക്കും, ഇനി എന്താ ചെയ്യാൻ പറ്റുക, അപ്പൊ ഇനി ഈ സ്പേസ് ഇത്രയുണ്ട്, അല്ലെങ്കിൽ ഇത് ഇവിടെ മെഷർമെന്റ് ഇങ്ങനെ പോണം. ഭയങ്കര ആ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഭയങ്കര പ്രഷറാണ്. കാരണം നമ്മള് ഈ ചെയ്യുന്ന ഡിസൈൻ ഡയറക്ടറിന് ഇഷ്ടപ്പെടണം, പിന്നെ അത് DOPക്ക് ഇഷ്ടപ്പെടണം, പിന്നെ അവർ വീണ്ടും ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഇത് വീണ്ടും വേൾഡ് മാറ്റി ചെയ്യണം. അപ്പൊ അതൊരു ഭയങ്കര ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇത് കൊണ്ടുവന്ന് പ്രൊഡ്യൂസറിന് ബഡ്ജറ്റ് നോക്കണം. നമ്മൾ ഈ ചാർട്ട് പേപ്പറിൽ വെറുതെ വരച്ച പടവും കൊണ്ടാണ് ബഡ്ജറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇതൊരു കാൽക്കുലേഷനിലാണ് നമ്മൾ ബഡ്ജറ്റ് ചെയ്യുന്നത്. ഇപ്പം ഈ സെറ്റിന് ഇത്ര വരും, അപ്പൊ അതൊരു 1 കോടി അല്ലെങ്കിൽ 1.25 കോടി അല്ലെങ്കിൽ 75 ലക്ഷം. അപ്പൊ ഇതൊരു നമ്മളൊരു കാൽക്കുലേഷൻ ഒക്കെ ഉണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒരു ബ്ലൈൻഡ് ആണിത്. ഒരു പക്ഷേ ഇതിന് പുറത്തു പോയി കഴിഞ്ഞാൽ നമുക്കതൊരു ഭയങ്കര ബാഡ് ഇമേജ് വരും. പക്ഷെ അതിനകത്ത് നിർത്തി അത് എത്രത്തോളം അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമുക്ക് വരുന്ന ഒരു ഭയങ്കര ചലഞ്ച്. ഇത് പറഞ്ഞപ്പോഴേ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യമാണ് ഈ പ്രാക്ടിക്കൽ എഫക്ട്സും VFX. ഇതില് ഇതെങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നു പലപ്പോഴും. ഇപ്പോൾ ഒരു ഷോട്ട് എടുക്കാൻ പോകുന്ന സമയത്തേക്ക് എന്നൊരു ഡിസ്കഷൻ നടക്കുമല്ലോ, നമുക്ക് ഇത് പ്രാക്ടിക്കൽ എഫക്ട്സിൽ ചെയ്യാം. അപ്പൊ അവിടെ പ്രൊഡക്ഷൻ ഡിസൈൻ ആർട്ട് ടീമിന് അവിടെ പണി വന്നു. അല്ലെങ്കിൽ VFX ചെയ്യാൻ പറയുമ്പോൾ അത് ചിലപ്പോൾ ഗ്രീൻ മാറ്റിലായിരിക്കാം, പരിപാടി ടക്ക് ടക്ക് എന്ന് തീരുന്നു. പക്ഷെ അതിൽ കൂടുതൽ ഇഫക്റ്റീവ് ആവുന്ന ഉറപ്പായിട്ടും പ്രാക്ടിക്കൽ എഫക്ട്സിൽ സ്ക്രീനിൽ കാണുന്ന ആളുകൾക്ക് അത് കണക്ട് ആവുന്നത്, ഇമ്പാക്ട് കിട്ടുന്നത്. ശരിക്കും അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ പ്രാക്ടിക്കൽ എഫക്ട്സ് ഇൻ സിനിമ എന്നുള്ളത്? അത് നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മള് ഒരു ഡയറക്ടർ വരുന്നു, ആ സ്റ്റോറി നറേഷൻ കഴിയുന്നു, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അങ്ങോട്ട് ഒരു ഏകദേശം 1 മാസത്തോളം ഇതിന്റെ ചർച്ചകളും പരിപാടികളും ഒക്കെയാണ്. അപ്പൊ ആ സമയങ്ങളിലാണ് ഇതിന്റെ ഇങ്ങനെയുള്ള പോർഷനുകളിലേക്ക് നമ്മൾ കടക്കുന്നത്. അപ്പോൾ അതിൽ ഇത് ഇച്ചിരി ടഫായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് VFX പോകണോ അല്ല ആർട്ട് പോകണോ? അപ്പോൾ ഇതിൽ മേജർ ഒരു കൺസെപ്റ്റും കൂടെ ഉണ്ട്, ബഡ്ജറ്റ്. അപ്പം നമ്മൾ ഇതും നോക്കും. ഇത് VFX ചെയ്താൽ എത്ര കോസ്റ്റ് വരും, അല്ലെങ്കിൽ ആർട്ട് പോയാൽ എത്ര കോസ്റ്റ് വരും എന്നൊക്കെ നോക്കിയിട്ട് ഒരു പക്ഷേ ആർട്ട് ചെയ്യുന്നതിന് VFXനേക്കാളും ഒരു മാർജിൻ കൂടുതലാണെങ്കിൽ പോലും ഈ പറഞ്ഞ ഒരു റിയൽ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, അത് ആർട്ടിലേക്ക് തന്നെ വരും. പിന്നെ എപ്പോഴും ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു 20/20 സറൗണ്ടിനകത്താണെങ്കിൽ അത് ഓൾമോസ്റ്റ് ആർട്ട് തന്നെ ആയിരിക്കും. ഒരു 20/20 പുറത്താണെങ്കിൽ, അപ്പൊ നമ്മളിപ്പോ ഞാനാണെങ്കിലും നമ്മളിപ്പോ ക്യാമറയ്ക്ക് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നു, എന്റെ 20 അടി പുറകിലോ അല്ലെങ്കിൽ ഒരു 25 അടി പുറകിൽ വരുന്ന ഒരു വിഷ്വലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ VFXന് വിടും. കാരണം എപ്പോഴും എനിക്കായിരിക്കും ഫോക്കസ്. എനിക്ക് പുറകിൽ 20 അടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫോക്കസ് ഔട്ടായി. അപ്പൊ ഇങ്ങനെയുള്ള ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. ഇങ്ങനെയുള്ളൊരു മീറ്റിംഗ് ഡിസ്കഷനിലാണ് അത് ആർട്ട് ചെയ്യണമോ അല്ല VFX വേണമോ എന്ന് ഫൈനൽ ചെയ്യുന്നത്. പിന്നെ ഞാൻ എപ്പോഴും ഞങ്ങളുടെ സെക്ഷനിൽ അധികവും നമ്മൾ ആർട്ടിനാണ് കൂടുതൽ, കാരണം നമ്മളൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണല്ലോ നമുക്ക് ഇന്ന് കിട്ടുന്നത്. അപ്പൊ VFX ഇപ്പം എനിക്ക് തോന്നുന്നു ഞങ്ങളിപ്പോ മാവീരൻ മുതൽ ലോകരാജ് VFX സൂപ്പർവൈസർ, ഞങ്ങളിങ്ങനെ ഡിസ്കഷൻസ് ത്രൂ ഔട്ട് ട്രാവലാ. മാവീരൻ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, മദ്രാസി ഒരുമിച്ചായിരുന്നു, ഇപ്പൊ കറുപ്പ് ഒരുമിച്ചാണ്, ഇപ്പൊ മാഴ്സൽ ഒരുമിച്ചാണ്. അപ്പൊ കൂടുതലും ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പോൾ ഞങ്ങൾ തമ്മിലാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. അപ്പൊ പുള്ളി ചിലതിൽ പറയും, ചെയ്ത് നീങ്ക റെഡി പണി കൊടുത്താതാ എങ്ങൾക്ക് ഇത്. അതായത് ഒരു VFX ആണ് നമ്മൾ ഫൈനൽ ചെയ്താൽ പോലും അതിന്റെ ഒരു ബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആർട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുത്താല് ഈ പറഞ്ഞ കുറച്ചുകൂടെ അവർക്ക് അതിൽ നിന്ന് ഇത് കണക്ട് ചെയ്താൽ മതി. ഇപ്പൊ ഒരു ബ്ലാസ്റ്റ് ആണെങ്കിലും നമ്മളൊരു ചെറിയ ബ്ലാസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവരതിനെ ആ ബ്ലാസ്റ്റിനെ കുറച്ചുകൂടെ സ്കെയിൽ ചെയ്യാൻ പറ്റും. അതേസമയം നമ്മൾ കൊടുക്കാണ്ട്
അവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കാണുമ്പോൾ തന്നെ ഇത് നമുക്ക് രണ്ടും രണ്ടായി നിൽക്കും. ഭയങ്കരമായിട്ട് വ്യത്യാസം. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ കൺഫ്യൂസ് ചെയ്തിരിക്കുന്നത് ഈ പ്രാക്ടിക്കൽ എഫക്ട്സിന്റെ ഇതിൽ ആഡ് ഓൺ ചെയ്യാനാണ്. മാവീരനിലെ ശിവകാർത്തികൻ ഈ കാല് തെന്നി താഴെ വീണ് തലയിടിച്ച് വീഴുന്നു ആ സീക്വൻസ്. കാരണം അത് നല്ല ഇമ്പാക്ട് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് നല്ല ഇമ്പാക്ട്. കാരണം ആ സീൻ ഷൂട്ട് ചെയ്ത സമയത്ത് ഞാൻ ആ സെറ്റിൽ നിന്ന് മാറിയിട്ടില്ല. ഞാൻ ഇങ്ങനെ പുള്ളിയുടെ കൂടെ നിന്ന സീക്വൻസാണ്. അതായത് അത് അതിന്റെ മേക്കിംഗ് വീഡിയോ ഇറങ്ങാത്തോണ്ട് അറിയാൻ. പക്ഷെ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഫ്ലോറിന്റെ ഫ്ലോർ ഫസ്റ്റ് നമ്മൾ റെഡിയാക്കി ആ കുഞ്ഞിനെ എടുത്തും കൊണ്ട് ജമ്പ് ചെയ്ത് പോകുന്ന ഒരു സീക്വൻസ്. അതൊക്കെ എന്താ പറയാ പ്രഷറിൽ ഇങ്ങനെ ബ്ലാസ്റ്റ് ആവൂലേ, ആ അവസ്ഥയിലാണ് സെറ്റ് ചെയ്ത് നിന്നത്. അതായത് അത് സെറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു 20 ഒരു വലിയൊരു ബാക്ക്ഡ്രോപ്പിൽ ഒരു ഗ്രൗണ്ട് ഫ്ലോർ, അതിന്റെ മേളിലൊരു ഫ്ലോർ, ഈ ഫ്ലോറിന്റെ നടുക്കുള്ള പോർഷൻ വന്നിട്ട് നമ്മൾ ഇതില് റോപ്പിൽ സെറ്റ് ചെയ്തേക്കാണ്. മെറ്റൽ റോപ്പിലാണ്. മെറ്റൽ റോപ്പിൽ സെറ്റ് ചെയ്തിട്ട് ഇപ്പുറത്തും ഈ 2 ഗ്യാപ്പിൽ ഇവിടെ ഒരു ഫ്ലോർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഓടി വന്നിട്ട് ഹീറോയും കുഞ്ഞും ഈ ഫ്ലോറിലേക്ക് ജമ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഗ്യാപ്പാ. അപ്പൊ ഇത് ഇവർക്ക് ജമ്പ് ചെയ്യാൻ റോപ്പ് ഉണ്ട്. പക്ഷെ ജമ്പ് ചെയ്ത് നമ്മുടെ ഈ ഫ്ലോറിൽ വന്നാൽ ഇതിങ്ങനെ നമ്മൾ ജസ്റ്റ് ഒരു കണക്ഷൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കണക്ഷൻ ഇവർ ജമ്പ് ചെയ്തതും ഇത് കൊണ്ട് വീഴണം. അപ്പം ഇത് വീണ് കഴിഞ്ഞിട്ട് ഹീറോയും കുഞ്ഞും അതിൽ കൂടെ സ്ലൈഡ് ചെയ്ത് പിന്നെ അവിടെ നിന്ന് അടിയുന്ന ഇവരെ അതിനകത്ത് കുറെ കമ്പിയൊക്കെ ഉണ്ട്. ബിൽഡിംഗ് പൊട്ടിപ്പൊളിഞ്ഞതിന്റെ ബാക്കിയാണല്ലോ. ആ കമ്പി കൂടെ ഇങ്ങനെ താഴേക്ക് പോകണം. അപ്പൊ ഇത് ഓരോ റീടേക്ക് പോകുമ്പോഴും നമുക്ക് ടെൻഷനാണ്. കാരണം ഇത് മറ്റേ ആംഗിളൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെയല്ലേ ചെയ്യുന്നത്. ഇത് ഓരോ തവണയും ഭയങ്കര പവറിലാണ് വന്ന് അടിക്കുന്നത്. അപ്പൊ റീടേക്ക്. അപ്പൊ ഇത് വീണ്ടും റീസെറ്റ് ചെയ്യുന്നു, വീണ്ടും റീടേക്ക്. അപ്പൊ ഇതിങ്ങനെ ഓരോ തവണ അടിക്കും തോറും നമുക്ക് നെഞ്ചിടിപ്പ് കൂടും. കാരണം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാല് ഈ കുഞ്ഞും ഹീറോയുവാ. അപ്പൊ ഒരു പക്ഷേ ഇത് താഴേക്ക് പോയിട്ട് പൊട്ടിയെങ്ങാനും പോയാല് ഇല്ല റോപ്പാ, അങ്ങനെ കുറെ ടെൻഷനുള്ള മൊമെന്റ് ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വന്നതാണ് ഹീറോയുടെ ഫേസ് വന്ന് അടിക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. അത് സ്ലിപ്പായി വന്ന് അടിച്ച് ഇങ്ങനെ അടിച്ചിരിക്കുന്നത്. അപ്പൊ ആ സീൻ എടുക്കുന്ന സമയത്ത് ഞാനും ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഹീറോയുടെ അടുത്ത്. ഞാൻ ഇങ്ങനെ ഓരോ തവണയും പോയി ചോദിക്കുന്നുണ്ട്, സാർ ഓക്കെ ആണോ? കാരണം ഫേസ് അടിക്കുന്നത് നമ്മൾ ബാക്കി നമ്മുടെ ബോഡിയിൽ എവിടെയാണെങ്കിലും നമുക്ക് അത്രയും പെയിൻ വരത്തില്ല. അപ്പൊ നമ്മൾ ഇവിടെ നമുക്ക് നമ്മൾ ചുമ്മാ ഒരു ഇതിൽ തട്ടിയാൽ പോലും നമുക്ക് ഇവിടെ നല്ല പെയിൻ വരും. അപ്പൊ ഇതിലെന്ന് പറഞ്ഞാല് പുള്ളിയെ ഇങ്ങനെ മേളിലേക്ക് തൂക്കുന്നുണ്ട്, നേരെ അങ്ങ് ലൂസ് ചെയ്ത് വിടുക. അപ്പൊ പുള്ളി നേരെ വന്നിട്ട് ഫുൾ ഫേസ് വന്നിട്ട് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 2 അടി ഹൈറ്റിൽ നിന്നാണ് വന്ന് അടിക്കുന്നത്. ക്യാമറയുടെ ഔട്ട് ഫ്രെയിം വെച്ചിട്ട് 2 അടി 2.5 അടി ഹൈറ്റ് ഉണ്ട്. അപ്പൊ അതിന് നല്ല പെയിൻ വരും. പക്ഷെ ഞങ്ങൾ ഏറ്റവും സോഫ്റ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പുള്ളി അത്രയും സോഫ്റ്റ് വേണമെന്നുള്ള ഒരു ഇതുണ്ട്. പ്ലസ് ഞാനും ഏകദേശം ആ ഒരു പാറ്റേണിലേക്ക് അപ്പൊ എത്തി. അപ്പൊ ഞങ്ങൾ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. പക്ഷെ എന്നാ അത് വന്ന് അടിക്കുമ്പോൾ അത്ര അറിയാനും പാടില്ല. ആ രീതിയിലൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഒരു മോട്ടറിലാണ് നിൽക്കുന്നത്. അതിങ്ങനെ അടിക്കും തോറും ഇതിങ്ങനെ ഫ്ലോർ വീണ്ടും പുള്ളി ഒന്നുകൂടെ ജെർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഓരോ റീടേക്ക് പോകുമ്പോഴും ഞാനിങ്ങനെ അടുത്ത് നിന്ന് നിൽക്കും. അടുത്ത് നിന്നിട്ട് ഓക്കെ അല്ലേ. ഭയങ്കര ഇതുപോലെ ഭയങ്കര കംഫർട്ടായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആട്ടോ. ഭയങ്കര എന്താ പറയാ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നല്ലൊരു ബോണ്ട് ഉണ്ട് SK ആയിട്ട്. കാരണം 2 സിനിമ ഒരുമിച്ച്. പക്ഷെ മാവീരനി തന്നെ ഭയങ്കര സിങ്കായി. ഭയങ്കര നമ്മൾ എന്ത് ടഫായിട്ടുള്ള ഒരു പരിപാടിയാണ് ചെയ്യുന്നതെങ്കിലും പുള്ളി അതിന് ഭയങ്കരമായിട്ട് ഡെഡിക്കേഷൻ ആയിട്ട് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള പോർഷനൊക്കെ വരുമ്പോഴും നമ്മൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഓക്കെ സൂപ്പർ. അപ്പം ഞാൻ പോയി ചോദിച്ചു ഇങ്ങനെ പെയിൻ ഉണ്ടോ? പറഞ്ഞ് ഇതടിക്കുന്നത് പെയിൻ ഇല്ല, പക്ഷെ ഈ റോപ്പ് ഇങ്ങനെ ഇങ്ങനെ വലിച്ച് പൊക്കയില്ല. അപ്പം ഈ ജോയിന്റുകളിലെല്ലാം ഇതിങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ തൂക്കുമ്പോൾ ഭയങ്കര പെയിൻ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് തന്നെ ഏകദേശം 7, 8, 9 ടേക്കുകൾ ഇങ്ങനെ പോവാണ്. ഡയറക്ടർ ഇങ്ങനെ മോണിറ്റർ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പുള്ളിയാണ് നോക്കുന്നത്. പുള്ളി എങ്ങനെയെങ്കിലും ഒന്ന് ഓക്കെ പറഞ്ഞാൽ ഞങ്ങളും രക്ഷപ്പെട്ടു, പുള്ളിയും രക്ഷപ്പെട്ടു. ഹീറോ ഇങ്ങനെ നോക്കി നിന്നിട്ട് ചേട്ടാ വാങ്ക റീടേക്ക്. ആ ഫേസിൽ നോക്കി കണ്ടുപിടിക്കും. ഡയറക്ടറുടെ ഫേസിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് എന്നിട്ട് അറിയും വാങ്ക ചേട്ടാ റീടേക്ക്. ഇല്ല സാർ ഇന്ന് சொல்லலே റീടേക്ക് பாருங்க. അത് കറക്റ്റ് അപ്പൊ ആ ടൈമിൽ
വൺ മോർ റീടേക്ക് സ്വണ്ണല്ലേ വാങ്ങ. പിന്നെ വീണ്ടും പോയിട്ട് ആ ഡസ്റ്റ് ഒക്കെ ഇട്ടിട്ട് വീണ്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഭയങ്കര രസമുള്ള കുറെ മൊമെന്റ് ഉണ്ടായിരുന്നു മാവീരൻ കുറേ നല്ല മൊമെന്റ്സ് ഉണ്ട്. ജൂണിനെ പറ്റി പറയുമ്പോൾ അതിൽ ഏറ്റവും രസമുള്ള കാര്യമായി തോന്നിയത് രജിഷയുടെ ക്യാരക്ടറിന്റെ ഗ്രോത്തിലാണ് സിനിമ പോകുന്നത്. ആ സ്റ്റേജിലെല്ലാം ഈ വീടിന്റെ ഇന്റീരിയർ മാറുന്നുണ്ട്, റൂം മാറുന്നുണ്ട്, ഡിസൈൻ മാറുന്നുണ്ട്. അത് ഭയങ്കര രസമുള്ള ഡീറ്റെയിൽസ് ആയിരുന്നു. അതെ, ഞാനതാ നേരത്തെ പറഞ്ഞ അഹമ്മദ് കബീർ ആ ഒരു ടീം തന്നെ ഭയങ്കര വൈബാ. അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെ ഭയങ്കര രസമുള്ള, എനിക്ക് സീരിയസ്ലി എനിക്ക് കിട്ടിയ ഭയങ്കര എക്സ്പീരിയൻസും ഭയങ്കര നല്ല മൊമെന്റ്സും. കാരണം അഹമ്മദ് കബീർ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പടം ജൂണാണ്. ഭയങ്കര ഡീറ്റെയിലിങ്, ഭയങ്കര ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയാ, ഈ കുട്ടികളെ കണക്കൊക്കെ നിൽക്കില്ലേ, അങ്ങനത്തെ ക്യാരക്ടറാണ്. അഞ്ചേട്ടാ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു എനർജി എപ്പോഴും അപ്പൊ നമുക്കും കിട്ടും. അപ്പൊ നമ്മളും അതിനെപ്പറ്റി അതിലെനിക്ക് തോന്നുന്നു രജിഷയ്ക്ക് ഈ പറഞ്ഞ കുറേ ക്യാരക്ടർ ഭയങ്കര വേറെ ഒരു പാറ്റേണാണ്. പോസ്റ്റർ ഒട്ടിച്ചു വയ്ക്കുക, ഫാനിനകത്ത് മറ്റേ കാറ്റടിക്കുമ്പോൾ സുരേഷ് ഗോപി, അങ്ങനെ കുറെ അങ്ങനെയുള്ള രസമുള്ള കുറെ പരിപാടികളുണ്ട്. അപ്പൊ അതെല്ലാം ഈ പറഞ്ഞ ഓരോ തവണയും ഡയറക്ടർ അതിന് നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ റെഫറൻസ് എടുക്കുന്ന ആയിക്കോട്ടെ, അതിൻ്റെ ടീം ഫുള്ള് ഭയങ്കര അടിപൊളി ടീമായിരുന്നു. അപ്പം ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്ന അവരും കൂടി നമുക്ക് കണക്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അതിൽ ഓരോ തവണയും ഓരോ സ്റ്റെപ്പിൽ വീട് മാറുന്നു, റൂം മാറുന്നു, ക്യാരക്ടർ മാറുന്നതിനനുസരിച്ച് ലൊക്കേഷൻസ് മാറുന്നു, കളർ പാലറ്റ് മാറും. രജിഷയുടെ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് വരുമ്പോൾ അതങ്ങനെ ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് പോകുന്നു. എൻഡ് വരുമ്പോ ഒരു ഹാപ്പി ലാസ്റ്റ് കല്യാണം മറ്റേ പഞ്ചാബി ഹൗസിൽ കല്യാണം, അതുപോലെ ആയിരുന്നു ജൂണിന്റെ കല്യാണം. അതായത് എനിക്ക് തോന്നുന്നത് ഞങ്ങള് ജൂണിന്റെ കല്യാണം സെറ്റ് ഇട്ടത് ഈ കോട്ടയത്ത് ഒരു സ്ഥലത്താണ്. ഒരു വലിയ തറവാട് വീടാണ്. ആ വീടിന്റെ ഫ്രണ്ടില് കല്യാണം സെറ്റ് ഇടുന്നു. അപ്പൊ നോർമലി ഒരു സെറ്റ് ഇട്ട് കഴിഞ്ഞാല് ഒരു 5 ദിവസം 7 ദിവസം കൊണ്ട് പൊളിക്കാം. അതാണ് നമ്മളെ ഷൂട്ടിന്റെ പ്ലാൻ. അപ്പൊ ഞാനിവിടെ എറണാകുളത്ത് ഫെസ്റ്റൂൺ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് കുറെ എനിക്ക് തോന്നുന്നു 3-4 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി ഒക്കെ റെന്റ് എടുത്തിട്ടുണ്ട് ആ സെറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ പിന്നെ ഈ ഡെക്കറേഷൻ ടീമിന്റെ എന്നൊക്കെ റെന്റ് എടുത്തിട്ടാണ് നമ്മൾ സെറ്റ് ഇട്ടേക്കുന്നത്. കുറെ ടീമുകളുടെ കയ്യിൽ നിന്നൊക്കെ റെന്റൽ എടുത്ത് സെറ്റ് ഇട്ടതാണ്. സെറ്റ് ഇട്ട് ഷൂട്ട് തുടങ്ങി, സെക്കൻഡ് ഡേ തൊട്ട് റെയിൻ തുടങ്ങി. അയ്യോ, എന്നിട്ട് റെയിനായി. അവസാനം എന്തായി, ഒരു ദിവസത്തേക്ക് ഞങ്ങൾ ഷൂട്ട് ബ്രേക്ക് ചെയ്തു. ഒരു ദിവസം 2 ആയി 3 ആയി, ഒരാഴ്ചയായി. അവസാനം ഈ ഷൂട്ട് ക്യാൻസലായി. അവിടെ മൊത്തം വെള്ളപ്പൊക്കമായി. ആ സമയത്താണ് പരിപാടി ഫസ്റ്റ്. അപ്പം ഞങ്ങളുടെ സെറ്റ് എനിക്ക് തോന്നുന്നു ഒരു 1 feet ഹൈറ്റിൽ ഫുള്ള് വെള്ളമായി. ആ വീട്ടിൽ നിന്ന് ആർക്കും പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ നമുക്ക് അകത്തോട്ടോ പോകാൻ പറ്റാത്ത. അങ്ങനെ എനിക്ക് തോന്നുന്നു ഏകദേശം 1 മാസം വെയിറ്റ് ചെയ്തു മൊത്തം ആ സെറ്റ്. അങ്ങനെ പ്രോപ്പർട്ടിയും എല്ലാം വെയിറ്റിംഗ് ചെയ്ത്, ഇതൊന്നും റിട്ടേണും കൊടുക്കാൻ പാങ്ങില്ല, തിരിച്ചെടുക്കാനും പാങ്ങില്ല. അപ്പൊ അന്ന് അറിയാണ്ടൊരു ആവേശത്തിന് ഒരു ക്രിയേറ്റീവ് സൈഡ് ഞങ്ങൾ ഈ ബോട്ടിൽ ബ്രഷ് എന്ന് പറഞ്ഞിട്ടൊരു ചെടിയുണ്ട്. അപ്പൊ ഈ ബോട്ടിൽ ബ്രഷ് പോലത്തെ ലീഫാണ്, മനസ്സിലായി. അപ്പൊ അന്ന് അത് ഈ ഷൂട്ടിന്റെ സമയത്ത് സെറ്റ് ഇട്ടോണ്ടിരുന്നപ്പോ ഞാൻ നോക്കിയപ്പോ അവിടെ ഒരു മരം നിൽക്കുന്നു. അപ്പൊ ഭയങ്കര രസമുണ്ട്. അതിനകത്ത് ആ ഒരു ലീഫ് ഇങ്ങനെ വരുന്നു, അതിലൊരു റെഡ് ഫ്ലവർ. അപ്പൊ ഞാൻ സെറ്റ് നമ്മളാ റൂഫിന്റെ മണ്ടയിൽ ഞാനിപ്പോ നമ്മളെ ടീമിന്റെ അടുത്ത് പറഞ്ഞ ആ ലീഫ് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് ഫുള്ള് നമുക്ക് ഇങ്ങനെ ഹാങ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ചുമ്മാ കാണുമ്പോൾ ഭയങ്കര രസമുണ്ട്. ഗ്രീനും റെഡും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു രസമായി. അപ്പൊ ചെയ്തപ്പോ കുറച്ചുകൂടെ ഭംഗിയായി. അപ്പൊ ഡയറക്ടറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു, DOPക്ക് ഒക്കെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ആ നിൽക്കുന്ന മരം ഏകദേശം ഞങ്ങള് ഫുള്ള് ഇതിനെ ആ സീലിംഗ് സെറ്റ് ചെയ്തു. ഷൂട്ട് ക്യാൻസലുമായി. അപ്പൊ ഈ 1 മാസമൊക്കെ കഴിഞ്ഞ് അടുത്ത ഷെഡ്യൂൾ വരുവാണല്ലോ. അപ്പം വെള്ളമൊക്കെ ഇറങ്ങി എല്ലാം സെറ്റായി. അപ്പം അന്ന് ഈ മരത്തിന്റെ പേരെന്താന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഞങ്ങൾ തിരിച്ചു ചെന്നപ്പോഴത്തേക്ക് ആ മരത്തിൽ ഇലയില്ല, ഒന്നുമില്ല. അപ്പൊ ഇതെന്തായെന്ന് വെച്ചാൽ ആൾറെഡി 1-2 ദിവസം നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇത് കണ്ടിന്യൂറ്റിയാ. ഇനി ആ സെറ്റപ്പ് എങ്ങനെയാണോ അതാണ് ഞങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ കിട്ടുന്ന നല്ല ടഫ്. അത് എങ്ങനെയായിരുന്നു ആ സെറ്റ് അതുപോലെ റീക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഈ ലീഫും സംഭവങ്ങളും തിരിച്ചു വേണം. ഇത് അന്ന് ഇവിടെ കയ്യിൽ ഉണ്ടായിരുന്നോണ്ടെടുത്ത് ചെയ്തതാ. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും മെയിൻ സെർച്ചിങ്
ഈ മരമാണ്. അങ്ങനെയാണ് അതിന്റെ പേരൊക്കെ പഠിച്ചത്, ബോട്ടിൽ ബ്രഷ്. അപ്പൊ അന്വേഷിച്ച് പിന്നെ ഈ മരം ഏതാണെന്ന് അന്വേഷിച്ച് പിന്നെ മരം ഉള്ള സ്ഥലത്ത് പോയി. ലാസ്റ്റ് എന്തോ ഷൂട്ടിന് ഒരു ദിവസം മുന്നേ നോക്കിയപ്പോഴാണ് ഒരു വീട്ടില് ആ മരം മൊത്തത്തിൽ കട്ട് ചെയ്ത് ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് ഗിഫ്റ്റ് പോലെ. അവിടെ 2 മരങ്ങൾ ഉണ്ടായിരുന്നു. ആ 2 മരവും കോട്ടയത്തൊരു വീട്ടില്. അത് അവര് അന്ന് ഞങ്ങൾ ഇതിങ്ങനെ തേടി നടക്കുന്നുണ്ട്, പല സ്ഥലത്തും വണ്ടി, അതായത് എല്ലാരും തേടുന്നുണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും ഞങ്ങളും ഒക്കെ തപ്പുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഫ്രൈഡേയുടെ ഓഫീസിന്റെ ഫ്രണ്ടിൽ ഒരു മരം നിൽപ്പുണ്ട്, പക്ഷെ അതും തികയത്തില്ല. അപ്പൊ ഇങ്ങനെ അന്വേഷണം നടക്കുന്നു. അപ്പൊ നോക്കിയപ്പോ നമ്മുടെ ഒരാള് തപ്പിപ്പോയടുത്ത് മരം കട്ട് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് കൂട്ടിയിട്ട് ഇഷ്ടം പോലെ നമുക്ക് ആവശ്യത്തെക്കാളും കൂടുതലുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൊണ്ടുവന്നാണ് ആ സോങ് സെറ്റ് ചെയ്തത്. അതിനകത്ത് ഞങ്ങൾ മിക്ക സമയം സംസാരം ഉണ്ടായിരുന്നു പഞ്ചാബി ഹൗസിൽ, മറ്റേ കല്യാണ വീട്. അപ്പം അതില് ഈ മറ്റേ പുള്ളിയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ, ആ പന്തല് സെറ്റ് ഇട്ടിട്ട് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കല്യാണം ഒന്ന് കഴിച്ചു. അപ്പൊ അതുപോലെയായിരുന്നു അതില് ആർട്ടുകാരുടെ സിറ്റുവേഷൻ. ഇതൊന്ന് ഷൂട്ട് കഴിഞ്ഞാലേ ഈ പ്രോപ്പർട്ടി റിട്ടേൺ കൊടുക്കാൻ പറ്റൂ എന്ന് വെച്ചാൽ ഓരോ റെന്റ് ടീമും ഭയങ്കര പ്രഷറല്ലേ. കാരണം ഡെയിലി അവർ വിളിച്ചോണ്ടി അവരെ പ്രോപ്പർട്ടി മൊത്തം ഇവിടെ നിൽക്കല്ലേ. ഞാനിങ്ങനെ ഡയറക്ടറിന്റെ അടുത്ത് ചോദിക്കും, കല്യാണം ഒന്ന് തീർച്ചയാവോ, എന്നാലും എനിക്കിതൊന്ന് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ. പക്ഷെ അങ്ങനെയൊക്കെ ഭയങ്കര രസമുള്ളൊരു സിനിമയായിരുന്നു. ഈ ഒരാളുടെ കരിയറിൽ ഏറ്റവും രസമുള്ള പോയിന്റിൽ എത്തി നിൽക്കുമ്പോഴും ഉറപ്പായിട്ട് സപ്പോർട്ട് സിസ്റ്റം ഭയങ്കര പ്രധാനപ്പെട്ടതാണല്ലോ. അതെ, സുഹൃത്തുക്കളാവാം, ഫാമിലി ആവാം. അത് തന്നെ ഫാമിലി, ഇപ്പൊ നേരത്തെ വൈഫിന്റെ ഒപ്പം ഇരുന്ന് സൂര്യസാറില് കാണുന്ന കഥയൊക്കെ പറയുന്ന പോലെ തന്നെ എങ്ങനെ ശരിക്കും ഫാമിലി, കാരണം ഇത്രയും തിരക്കുള്ള ഒരു സിനിമയ്ക്ക് പുറകെ 1-2 വർഷം സ്പെൻഡ് ചെയ്യുന്ന സമയത്തും ഫാമിലിയെ കൂടെ നിർത്തുക, അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക, അതൊരു മെക്കാനിസം സൃഷ്ടിച്ചെടുത്തിട്ടുണ്ടോ? അല്ല, അതെന്താന്ന് വെച്ചാല് നമുക്ക് ഏറ്റവും മൊത്തം സിനിമാക്കാർക്കും ഉള്ള പ്രശ്നം ഇതാണ്. ഈ ഫാമിലി നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. എന്ന് വെച്ചാൽ ഇപ്പം കൂടുതൽ എനിക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലും ചെന്നൈയിലാണ്, ഇവര് നാട്ടിലാണ്. കാരണം നമ്മളിപ്പം ചെന്നൈയിലാണെങ്കിൽ പോലും ചെന്നൈയിലല്ല നമ്മൾ, രാമേശ്വരം, മധുര, അങ്ങനെ പല പല സ്ഥലങ്ങളിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ അതും ഇല്ലാണ്ട് നമ്മളിപ്പം നമ്മളെ ഫാമിലിയെ നമ്മൾ കൂടെ കൊണ്ട് നിർത്തുന്ന സമയത്താണെങ്കിൽ പോലും അവർക്ക് കിട്ടേണ്ട പരിഗണന കുറവായിരിക്കും. കാരണം നമ്മളുടെ തലയിൽ മൊത്തവും നാളെ രാവിലത്തെ ഷൂട്ടിന്റെ എന്താണ്, അല്ലെങ്കിൽ ഇന്ന് എന്തായി, അല്ലെങ്കിൽ നാളത്തെ സ്കെച്ച് എന്താ. ഈവൻ നമ്മൾ പല ലൊക്കേഷനിലും വൈഫും കുഞ്ഞും എൻ്റെ കൂടെ ഉണ്ടാവും, ലൊക്കേഷനിൽ അല്ലെങ്കിൽ റൂമിലുണ്ടാവും. അപ്പം ഇവിടെ ആണെങ്കിൽ പോലും ഇവർ കാണുന്നത് നമ്മളുടെ ആ ഫുൾ ടൈം ഇങ്ങനെ പ്രഷർ ബ്ലാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന മൊമെന്റ്സ് ആണ്. അല്ലാണ്ട് അവർക്ക് നമ്മളിപ്പോൾ ഒരു പോണ്ടിച്ചേരി നല്ല സ്ഥലം നമുക്ക് കറങ്ങാം, അങ്ങനെയുള്ള മൊമെന്റ് കിട്ടൽ കുറവാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് എൻ്റെ വൈഫ് തന്നെയാണ്. പുള്ളിക്കാരി ജേർണലിസ്റ്റാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കല്യാണം കഴിഞ്ഞ സമയം മുതൽ ഈ പറഞ്ഞ പുള്ളിക്കാരിയുടെ കരിയർ മാറ്റി വെച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നലെ ഈ ഇന്റർവ്യൂവും പരിപാടി എന്നൊക്കെ പറയുമ്പോൾ ഇന്നലത്തെ ദിവസം എനിക്ക് വേണ്ടിയിട്ടാണ് ഓടുന്നത്. കാരണം ഷർട്ട് എടുക്കണം. അപ്പം ഞാൻ ഈ നമ്മൾ തിരക്കിന്റെ പുറത്ത് വിട്ടുപോകുമ്പോൾ നമുക്ക് വേണ്ടി ഈ പരിപാടികൾ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്ത് പിന്നെ അതുപോലെ തന്നെ മോക്ക് 6 വയസ്സായി, ആരാധ്യ. പുള്ളിക്കാരി വേറൊരു ഭയങ്കര രസമാണ്. അപ്പൊ ഇന്ന് തന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാനും വരുന്നുണ്ട് മധുരയ്ക്ക്. അപ്പം പുള്ളിക്കാരിക്ക് നമ്മളെ കിട്ടുന്നില്ല എപ്പോഴെങ്കിലും ആണ്. അപ്പൊ ഇപ്പൊ ഇനിയിപ്പോ നാളെ വന്നു, നാളെ കഴിഞ്ഞാൽ ഞാൻ വീണ്ടും മറ്റന്നാ സയ്യോൺ, അപ്പം അങ്ങോട്ട് ലൊക്കേഷനിലേക്ക് പോകും. അപ്പൊ ഇവരുടെ ഒരു സപ്പോർട്ട് എപ്പോഴും നമുക്ക് ഭയങ്കര വലുത് തന്നെയാണ്. ഇനി വരാൻ പോകുന്ന പ്രൊജക്ടുകള്, അതിൽ ഈ പറഞ്ഞ അരുൺ വെഞ്ഞാറമൂടിന്റെ ഹൈ എന്താണ്, എന്താ ഇനിയുള്ള പുതിയ കരിയർ പ്ലാൻ? ഇനി ഇപ്പൊ നിലവിൽ ഇപ്പൊ നമുക്ക് സെയിം കമ്പനിയുടെ, അതായത് കറുപ്പിന്റെ ഡ്രീം വാരിയേഴ്സ്, SR പ്രഭു പ്രകാശ്, ഭയങ്കര ഇഷ്ടമുള്ള 2 പ്രൊഡ്യൂസേഴ്സ് ആണ്. അവരുടെ മാർസൽ എന്ന് പറഞ്ഞിട്ട് കാർത്തി സാറിന്റെ പ്രോജക്റ്റ്, അത് അത്യാവശ്യം എനിക്ക് നല്ലോണം വർക്ക് ചെയ്യാനുണ്ട്. ഹെവി സീക്വൻസുകളുണ്ട്. കാരണം അതൊരു 1965 രാമേശ്വരം കണക്ട് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ്. കല്യാണി പ്രിയദർശൻ ഉണ്ട്, പ്രഭു സാർ ഉണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഭയങ്കര ഹാപ്പിനെസ് ഇതാണ്. നമ്മള് ഈ പറഞ്ഞ നമ്മൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നമ്മൾ കണ്ട ഇവരുടെ അടുത്ത് പോയി നിന്ന് സംസാരിക്കാനും, അല്ലെങ്കിൽ അവര് നമുക്ക് നന്നായിട്ടുണ്ടെന്ന് പറയുന്ന, അല്ലെങ്കിൽ വർക്ക് സൂപ്പറാണെന്ന് പറയുന്ന, നമ്മളെ ഒരു ഭയങ്കര രസമുള്ള മൊമെന്റ്സ് കിട്ടും. അപ്പം മാർസലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ പ്രോജക്റ്റ്. അപ്പൊ എനിക്ക് തോന്നുന്നു 2 ഷെഡ്യൂൾ കഴിഞ്ഞു.
ഇനി അടുത്ത ഒരു വലിയ സെറ്റ്, ഒരു എനിക്ക് തോന്നുന്നു 10-20 ഏക്കറിനകത്ത് ഒരു വലിയ സെറ്റ്, ഒരു 125ഓളം വീടുകളോട് കൂടിയ ഒരു ഹ്യൂജ് ഹീറോയുടെ ഒരു ഗ്രാമം. ആ ഗ്രാമം മൊത്തം സെറ്റ് ഇട്ടു, രാമേശ്വരത്ത് സെറ്റ് ഇട്ട് കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ഷൂട്ട് എനിക്ക് തോന്നുന്നു കറുപ്പിന്റെ റിലീസ് കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ട് തുടങ്ങും. അപ്പം എനിക്ക് തോന്നുന്നു എന്റെ പേരിൽ വന്ന വലിയൊരു സെറ്റ് ആവാൻ മതി. കാരണം അത്രയും ഡീറ്റെയിലോട് കൂടി ഒരു 20 ഏക്കറിനകത്ത് എനിക്ക് ഒരു എൻട്രി റോഡെല്ലാം ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അങ്ങനെ ചെയ്തതാണ്. ഒരു നാട് മൊത്തത്തിൽ ഇതെല്ലാം ഇത് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ പ്രഷറാണ്. കാരണം എങ്ങനെ വരണം, ഇതിനകത്ത് ഹീറോയിന്റെ വീടുണ്ട്, ഹീറോയുടെ വീടുണ്ട്, ക്ഷേത്രമുണ്ട്, കുളങ്ങളുണ്ട്, കിണറുണ്ട്, ഹീറോയുടെ ഫ്രണ്ട്സിന്റെ വീടുണ്ട്. അപ്പൊ ഇതെല്ലാം ഓരോന്നിന്റെ ഡീറ്റെയിൽ നമ്മൾ എടുത്ത്, പിന്നെ വീടുകൾ മാത്രം പോരാ, അവിടെ ഉണ്ടാവുന്ന രാമേശ്വരത്തിൻ്റെതായ ചെടികൾ, മരങ്ങൾ, തെങ്ങുകൾ, വാഴകൾ, ഇതെല്ലാം ഞങ്ങള് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുക ചെയ്യുന്നത്. ഒരു പ്ലെയിൻ ഒരു സ്ഥലമാണ്, അവിടെ ഇതെല്ലാം കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് ആ ലൈഫ് കൊണ്ടുവരണം. കാരണം ഇല്ലെങ്കിൽ നമ്മൾ ഷൂട്ടിന്റെ തലേദിവസം ഇത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിപ്പോ കൊണ്ടുവച്ചാണ്. അപ്പൊ ഇത് അറിയാത്ത ഇപ്പോഴേ ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു 1.5-2 മാസം മുന്നേ തന്നെ ഈ പ്രോസസ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ആൾറെഡി ഒരു 2 മാസം കൊണ്ട് അവിടെ ഒരു ടീമിനെ ഡെയിലി ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാനും മോട്ടറും ഇതൊക്കെ കൊടുത്ത് അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ അതാണ് ഇപ്പം അതിലേ പോയി. അപ്പൊ ഇതാണ് നിലവിലിപ്പോ വരാൻ പോകുന്ന വലിയ പ്രോജക്റ്റ്. പിന്നെ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് സെയോൺ രാജ്കമൽ പ്രൊഡക്ഷൻ, കമലഹാസൻ സാറിന്റെ പ്രൊഡക്ഷനിൽ. അപ്പം ശിവകാർത്തികേയൻ വീണ്ടും ഹാർട്ടിക് പുള്ളിയുടെ കൂടെ ഹാർട്ടിക് അടിക്കാൻ പോവുകയാണ്. അപ്പൊ അത് ഈ 18-ാം തീയതി ഷൂട്ട് തുടങ്ങും. തായ്ക്കളവിയുടെ ഡയറക്ടർ ശിവ എന്ന് പറഞ്ഞിട്ട് മീറ്റ് ചെയ്തു. നല്ല ഡയറക്ടർ, നല്ല ടീം. അങ്ങനെ അത് 18-ാം തീയതി ഷൂട്ട് തുടങ്ങാൻ പോകുന്നു. മലയാളത്തിലേക്ക് ഉടനെ ഉണ്ടോ? മലയാളത്തിൽ നിലവിൽ സത്യം പറഞ്ഞാൽ മലയാളത്തിൽ ഇതുവരെ വിളികളും കുറവാണ്. മലയാളത്തിൽ നിന്ന് നല്ല സിനിമകൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക്, കാരണം അതെ നമുക്ക് എപ്പോഴും മലയാളം വർക്ക് ചെയ്യാനാണ് ഇഷ്ടം. കാരണം എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒരു കംഫോർട്ട് സോണാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയാ ഒരു വീട് ഈ പറഞ്ഞ പോലെ നമ്മളൊരു കണ്ടന്റ് സംസാരിക്കുന്ന ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്കൊരു കണക്ഷൻ ഉള്ളത് നമുക്ക് മലയാളത്തിൽ വർക്ക് ചെയ്യുമ്പോഴാണ്. ഇപ്പൊ നമുക്ക് പല കാര്യങ്ങൾ കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ അത് ടൈം എടുത്ത് പ്രോസസ്സ് ചെയ്യാനും. ഇപ്പൊ ആട് 2 ഒക്കെ ഞങ്ങൾ വർക്ക് ചെയ്യുമ്പം ഞങ്ങളൊരു ടീമാണ്, അതിൽ അങ്ങ് ഇറങ്ങി വർക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അവിടെ പിന്നെ അവിടെ ഇന്ന ആൾ ഇന്ന പൊസിഷൻ അങ്ങനെയൊന്നുമില്ല. പക്ഷെ തമിഴിൽ എന്താന്ന് വെച്ചാൽ നമുക്കും കുറെ ലിമിറ്റേഷൻ ഉണ്ട്. കാരണം നമുക്കൊന്ന് വർക്ക് ചെയ്യാൻ ഇറങ്ങുന്നതിനൊക്കെ വെച്ച് വരുന്നുണ്ട്. കാരണം ഈ പ്രൊഡക്ഷൻ ഡിസൈനർ എന്നുള്ള എപ്പോഴും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ അവിടെ അവർ നോക്കും. കാരണം ഇപ്പൊ ഈ GK വിഷ്ണുവിന്റെ കൂടെ നമ്മൾ കറുപ്പ് വർക്ക് ചെയ്യുമ്പോൾ പുള്ളി അതൊക്കെ നമ്മളടുത്ത് പക്ഷെ നമുക്ക് എന്താന്ന് പറയുക, നമ്മൾ ഇറങ്ങി വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ സന്തോഷം. അത് മലയാളത്തിലേ നമുക്ക് നടക്കും. മലയാളത്തിലാവുമ്പോൾ നമ്മളുടെ ടീം, നമ്മള് എല്ലാരും, ഡയറക്ടർ, DOP എല്ലാരും ഒരു സിങ്ക് ആണല്ലോ. ഒരു സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര രസം. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും. ഈ പറഞ്ഞ പോലെ കരിയർ ഇഷ്ടമുള്ള പോലെ പോട്ടെ. മലയാളത്തിലോട്ട് ഉടനെ വിളികൾ നിറയട്ടെ, തിരിച്ചു വരട്ടെ. തമിഴിലും മറ്റു ഭാഷകളിലൊക്കെ ആയിട്ട് ഹൈ ബഡ്ജറ്റ് ബിഗ് സ്കെയിൽ സിനിമകൾ ഇനിയും ഒരുപാട് ചെയ്യാൻ പറ്റും. അത് നമുക്കൊരു ഭാഗ്യമാണ്. വലിയ സിനിമകൾ എപ്പോഴും നമ്മളൊരു സിനിമ കഴിയുമ്പോൾ അടുത്ത സിനിമ വരിക എന്ന് പറയാം. കാരണം എനിക്ക് തോന്നുന്നു സെയ്യോൺ കഴിഞ്ഞാൽ ഉടൻ തന്നെ സിദ്ധാർത്ഥിന്റെ സിനിമ മലയാളി ഡയറക്ടറാണ്. അപ്പൊ അതും ഇങ്ങനെ ഓൾമോസ്റ്റ് ആയി. അപ്പൊ സെയ്യോൺ കഴിഞ്ഞാൽ നമ്മൾ നേരെ അങ്ങോട്ട് പോകണം. കാരണം പുള്ളി വിളി തുടങ്ങി. അപ്പൊ ഞാൻ മാത്രമേ ഇനി അതിൽ ഇന്നാവുള്ളൂ, ബാക്കി എല്ലാവരും ഇന്നായി. അപ്പൊ അങ്ങനെ ഉള്ള ഒരു കണക്ഷനിൽ പോകുന്നു. എന്തായാലും വളരെ സന്തോഷം. എനിക്കും ഒരു നല്ല ഇന്റർവ്യൂ, രസകരമായിട്ട് കുറെ നേരം സംസാരിച്ചു. സിനിമയാണ് ടോപ്പിക്, അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ, കാരണം നമ്മളുടെ എപ്പോഴും നമ്മൾ വർക്ക് ചെയ്ത മൊമെന്റ്സ് എല്ലാം സംസാരിക്കുമ്പോൾ ഭയങ്കര രസകരമായിട്ട് കണക്ട് ആയി പോയിക്കൊണ്ടിരിക്കും. എന്തായാലും താങ്ക് യു.